ആഘോഷങ്ങൾ എന്തുമാകട്ടെ, മൈൽ സ്റ്റോൺ പ്രേക്ഷകർക്ക് ആഘോഷങ്ങളെ അടിപൊളിയാക്കാൻ ഈ ഒരാള് മസ്റ്റാണ്. ഹായ് ഹലോ നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഓണമേളം 2023 സപ്പോർട്ട് ബൈ രാഗ ഇവന്റ്സ്. അപ്പം ഇന്ന് നമ്മോടൊപ്പം ഓണമേളത്തിലുള്ളത് സാക്ഷാൽ ഷൈൻ ടോം ചാക്കോ ആണ്. ഷൈൻ ചേട്ടാ നമസ്കാരം. ചേട്ടാ, ഞാൻ സുലു. എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്, അതും ഷൈൻ ചേട്ടന്റെ കൂടെയാണ്. അപ്പൊ ചേട്ടൻ എന്നെ അനുഗ്രഹിക്കണം. അപ്പം എന്താണ് ഈ വർഷത്തെ ഓണ വിശേഷങ്ങൾ? ഓണം ആയിട്ടില്ലല്ലോ, തിരുവോണം ആയിട്ടില്ല, എന്നാലും ഉത്രാടം എത്തി നിൽക്കുന്നു അല്ലേ? നമുക്ക് ഷൂട്ടിംഗ് തന്നെ. അപ്പം ഈ വട്ടം ഓണം സെറ്റിൽ ആണല്ലേ? ആ, സെറ്റിൽ ആയിരിക്കും. വീട്ടിലല്ല, അങ്ങനെ ഹോം സിക്നെസ് ഉള്ള ഒരാളല്ലേ? ഓണത്തിന് വീട്ടിൽ ആഘോഷിക്കണം അങ്ങനെയൊന്നുമില്ല? ഇല്ലില്ല, അങ്ങനെ ഹോം സിക്നെസ് ഇല്ല. നമുക്ക് എല്ലാ ദിവസവും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് ഓണമാണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും റംസാൻ ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എന്താണെങ്കിലും. ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാ? ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് പായസം, പപ്പടം, പഴം. നല്ലോണം പാട്ട് പാടുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ഓണപ്പാട്ട് പാടി തുടങ്ങിയാലോ? ഇന്റർവ്യൂ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഏത് പാട്ടാ കേട്ടിട്ടുള്ളത്? അത് ഓർമ്മയില്ല. ഡാൻസ് കണ്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു കവല ഡാൻസ് കളിച്ചത് അടിപൊളി ഹിറ്റായല്ലോ, അടിപൊളിയായിട്ടുണ്ടായി. കവല പടം കണ്ടോ? ആ കണ്ടു. കവല പടമല്ല, ജയിലർ. പാട്ട് പാടും, ഒരു ഓണപ്പാട്ട്. ഓണപ്പാട്ടാണോ പാടേണ്ടത്? അതെ, ഓണല്ലേ. കരോക്കെ ഇട്ടിട്ട് പാടാൻ പറ്റുമോ? കരോക്കെ ഇട്ടിട്ട് പാടാം. വെറുതെ പാടി കഴിഞ്ഞാൽ എന്റെ പാട്ടിന്റെ മോശം പരിപാടിയൊക്കെ ഷൈൻ ചേട്ടൻ എന്ത് ചെയ്താലും അടിപൊളിയാണ്. ഒരു ഗാനമേള തന്നെ നടത്തിക്കളാം. ഏത് പാട്ടാ നമ്മൾ പാടുക? ഇന്ന് രാവിലെ കുറെ പാട്ട് റിഹേഴ്സൽ ചെയ്ത. ഓണത്തിന് എന്തായാലും നമുക്ക് ഈ പാട്ട് പാടി നോക്കാം. പാടാറില്ലേ പാട്ട്? ചെറുതായിട്ടൊക്കെ. എല്ലാവരും ഉത്രാടത്തിന്റെ ഭക്ഷണമൊക്കെ കഴിച്ച് ചില ഉറക്കമുകളിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് അത് വിടണം. കണ്ടീൽ നീ തിരുമണി ചിന്നം പോലെ കേട്ടി, നീ പണ്ടേ എന്നോടും മിണ്ടീന. കരിമേക്കുരുവി കണ്ടീല, നീ തിരുമണി ചിന്നം പോലെ കേട്ടീല, നീ പണ്ടേ എന്നോടും മിണ്ടീല. കാവിൽ വന്നീല, പൂരം കണ്ടീല, മായക്കൈകൊത്തും മേളം കേട്ടീല. കരിമേക്കുരുവി നീ തിരുമണി ചിന്നം പോലെ നീ പണ്ടേ എന്നോടും ഇതിട്ട് നല്ല ഓണം കിട്ടാൻ മതി കേട്ടോ. ഇത് രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ പാടി വരുമ്പോഴാണ് നമ്മൾ ഓണാവുള്ളൂ. ഓണത്തിന് ഓണമുണ്ട് അല്ലേ? ഓണം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഓണം. ഓണം നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ഹാപ്പിനെസ്സിലേക്ക് എത്തുന്നു. പൊന്നാമ്പൽ ചമയം നിന്നാണത്തിനിൽ കണ്ടീല, കാണക്കടവിൽ പൊന്നൂഞ്ഞാൽപ്പടിയിൽ നിന്നോണച്ചിന്തും കേട്ടീല. കളപ്പുരക്കോളയിൽ നീ കാത്തു നിന്നീല, മരക്കുടക്കോളുകളെ ഒളിച്ചീല. പാട്ടും പാടിയ പാട്ടുള്ളി പെയ്തീല,
പാട്ടൊന്നും പാടില്ല പാട്ടുകേ നീ പണ്ട് എന്നോടും കരിമിഴി കുരുവിയെ കണ്ടില്ല നീ ചിരുമണി ചിലമ്പൊലി കേട്ടി നീ പണ്ട് എന്നോടും മതിയോ? അത് അടിപൊളിയായിട്ട് പാടി. എന്നാ മുതൽ തരാം. രണ്ടല്ലോ ഈ പാട്ട് പാടി നോക്കിണ്ടോ? ഈ മാറാവതിൽ തെറ്റില്ല നീലക്കണ്ണിൽ നീ നിത്തം വയ്ക്കും ഈ എണ്ണത്തിരിയായി ചൂടിനുള്ളിൽ നീ മഴത്തെ പായ വീട്ടി നീ വിളിച്ച് ചേർത്തില്ല മാമുണ്ണാൻ വന്നില്ല മാറോട് ചേർത്തില്ല നീ പണ്ടേ കുരുവിയെ കണ്ടില്ല നീ ചിരുമണി ചിലമ്പൊലി കേട്ടില്ല നീ പണ്ടേ കാവിൽ വന്നില്ല പൂരം കണ്ടില്ല മായ കൈകൊട്ടും മേളവും കേട്ടില്ല കരിമിഴി കുരുവിയെ കണ്ടില്ല നീ ചിരുമണി ചിലമ്പൊലി കേട്ടില്ല നീ പണ്ടേ ഇപ്പൊ മനസ്സിലായി എന്റെ ബുദ്ധിമുട്ട്. താങ്ക് യു ചേട്ടാ. അടുത്ത പാട്ട് വേണോ? അപ്പൊ നമുക്കൊരു റൗണ്ടിലോട്ട് പോയാലോ ചേട്ടാ? ഇനി ഏതാ റൗണ്ട്? ഓണം റിലേറ്റ് ചെയ്ത് കുറച്ച് വേർഡ്സ് ഞാൻ പറയും. അപ്പോൾ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ചേട്ടൻ്റെ മനസ്സിലോട്ട് വരുന്ന ആളിനെ, ഇപ്പൊ സിനിമയിലുള്ളവരാവാം അല്ലാത്തവരാവാം, ആരാന്ന് പറയണം. ഓണത്തപ്പൻ. ഓണത്തപ്പൻ കുടവയറൻ അല്ലേ? ഓണത്തപ്പൻ കുടവയറൻ സായോജ്. സായോജ് ഫ്രണ്ടാണോ? അല്ലല്ലോ, അതായിരിക്കണം. മാവേലി. മാവേലി എന്ന് പറയുമ്പോ ആദ്യം വരണത് നമ്മുടെ ദിലീപേട്ടനും നാദർഷ്. അതായിരുന്നു ഞങ്ങളുടെ ഒരു കാലത്തെ ഓണത്തിന്റെ മെയിൻ ഐറ്റം. അതെന്താണെന്നറിയോ? ഇല്ല. ഇതേ മാവേലി കൊമ്പത്ത് അല്ലേ? ഓണത്തിനിടയ്ക്ക് പൂട്ടുവെച്ചോടം അത് അവരെ തന്നെയാണോ? അങ്ങനെ എത്ര ഓണങ്ങളാണ് അവര് ഈ കാസറ്റ് ഇറക്കിയെന്നറിയോ? അപ്പൊ ഞാൻ പൊന്നാനിയിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് അടുത്തുള്ള സ്കൂളുകളിൽ ബിസ്ക്കറ്റ് ചാടിക്കടിക്കൽ, പൂക്കള മത്സരം, പിന്നെ നടത്ത മത്സരം, ഓട്ട മത്സരം, അങ്ങനെ ഞാനും എൻ്റെ അനിയനും കൂടിയിട്ട് ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. അത് തുടങ്ങിയില്ല അവസാനിച്ചില്ല എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങോട്ട് പോവാനുള്ള കാശ് മാത്രമേ, കുറച്ച് ദൂരമുണ്ട് വീട്ടിൽ നിന്ന്, ഒരു 2.5 രൂപയുടെ ദൂരം അന്നത്തെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ എത്തിയിട്ട് ഈ ആൾക്കാരെയും കാണാനില്ല, ഒന്നും കാണാനില്ല. ലാസ്റ്റ് ഞങ്ങൾ നടന്നാ വന്ന് ഓണത്തിന്. അപ്പോൾ ഒരുപാട് ഓണം ഓർമ്മകളൊക്കെ ഉണ്ടല്ലേ കുട്ടിക്കാലത്ത്? കുട്ടിക്കാലത്ത് എന്തായാലും നമുക്ക് ഓർമ്മകൾ ഉണ്ടാവുമല്ലോ, ഇല്ലേ? ഉണ്ടാവും. അപ്പം ഈ ഓണം എന്ന് കേൾക്കുമ്പോഴും മനസ്സിലോട്ട് വരുന്ന അടിപൊളി ഓർമ്മകളൊന്ന്. ഓണം എന്ന് കേൾക്കുമ്പോൾ അടിപൊളി ഓർമ്മകൾ നമുക്ക് ഓണത്തിന് മെയിനായിട്ട് സിനിമകൾ ഇറങ്ങും. അതായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ള ഓണം. പിന്നെ ഓണത്തിന് വെക്കേഷൻ കിട്ടും 10 ദിവസം. അതിന് വീട്ടിൽ കയറാറുണ്ടായിരുന്നോ? വീട്ടിൽ കയറാറും. നമ്മളൊന്നും അങ്ങനെ വീട്ടിൽ കയറാതെ ഫുൾ ടൈം പുറത്ത് കറങ്ങി അടിച്ച് നടക്കാൻ മാത്രം ധൈര്യമുള്ള ആൺകുട്ടികളായിരുന്നില്ല. കാരണം ഞാൻ അങ്ങനത്തെ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, വൈകുന്നേരം വരെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി കിടക്കണം. പക്ഷെ ആൺകുട്ടികൾ ഒരു പരിധി കഴിഞ്ഞാൽ കുറച്ച് പേടിയാണ് അവർക്ക്. കാരണം അവർക്ക് തല്ലിനെ പേടിയുണ്ട്. വീട്ടിൽ തല്ലാറുണ്ടായിരുന്നോ? തല്ലാറുണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തല്ല് നന്നായിട്ട്. നമ്മൾക്ക് ഈ സമയം രാത്രിയായിട്ട് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ കുറച്ച് നമുക്ക് ചീത്ത കേൾക്കും, മടി കിട്ടൽ പരിപാടികളൊക്കെ ഉണ്ട്, കളിക്കാനൊക്കെ പോയിട്ട് നേരം വൈകി വരുന്ന സമയത്ത്. പക്ഷേ എൻ്റെ അനിയത്തിയുടെ അടുത്തൊക്കെ അമ്മ അധികം സംസാരിക്കില്ല.
അമ്മമാരെ കുറച്ച് പേടിയാണല്ലോ. അച്ഛന്മാർ പിന്നെ അതും കഴിഞ്ഞുള്ള സമയം കഴിഞ്ഞിട്ടാണ് വരിക. അത് കാരണം അവരറിയാറില്ല അത്. അപ്പൊ മാവേലിനെ പറ്റിയല്ലേ ചോദിച്ചത്? അല്ല, ഓണം ഓർമ്മ. അല്ല, നമ്മൾ ഓരോ മാവേലി ആരാന്ന് അറിയില്ലേ? അറിയാം. ആരാ മാവേലി? കൊടവേറൊക്കെ ഉള്ള കൊടയൊക്കെ പിടിച്ചിട്ട് ഓണത്തിന്റെ അന്ന് വരുന്ന ആള് അല്ലേ? കേരളവുമായി ബന്ധപ്പെട്ട് പറയുമ്പോ മാവേലി ആരാ? രാജാവായിരുന്നോ, മന്ത്രിയായിരുന്നോ, അതോ പ്രജയായിരുന്നോ? ആരായിരുന്നു? രാജാവ്. എവിടുത്തെ? കേരളം ഭരിച്ചിരുന്ന? അല്ലേ? എനിക്ക് അതിനെ പറ്റി കറക്റ്റ് ആയിട്ട് അറിഞ്ഞു. മാവേലി സ്റ്റോർന്ന് കേട്ടിട്ടുണ്ടോ? അതെന്താണ്? മാവേലികളെ വിൽക്കുന്ന ഒരു തരം സ്റ്റോറാണ്. അത് ഓണത്തിന് മാത്രം തുറക്കും. നമുക്ക് പോയിട്ട് 2 മാവേലി, 3 മാവേലി, 1 ഡസൻ മാവേലി എന്നിട്ട് വാങ്ങാം. അതാണ് മാവേലി സ്റ്റോർ. മാവേലി സ്റ്റോറിലാ? അവിടെ പിന്നെ എന്താ കിട്ടുക? ക്രിസ്മസ് അപ്പൂപ്പനെയാ? മാവേലി എന്ന് പറഞ്ഞ കേരളം ഭരിച്ചിരുന്ന ഒരു കക്ഷിയാ. പുള്ളി അസുരദേവൻ അല്ലേ? അസുരനായിരുന്നു, പക്ഷെ നല്ല ഭരണമായിരുന്നു എന്നാ പറയണ. അത് കണ്ട് ദേവഗണങ്ങൾ പേടിച്ചു അല്ലേ? എന്നിട്ട് അവരാരുടെ അടുത്ത് പോയി പറഞ്ഞു? മഹാവിഷ്ണുവിന്റെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 5 കൊല്ലം ഭരിക്കാൻ പറ്റില്ല, പുള്ളി തന്നെ ഭരിക്കും. മനസ്സിലായ? അപ്പൊ പുള്ളി എന്ത് ചെയ്തു? ഈ ദൈവങ്ങൾ പ്രാർത്ഥന കേട്ട അപ്പം അങ്ങോട്ട് ഇറങ്ങി തിരിക്കുമല്ലോ, പ്രാർത്ഥിക്കുന്നവരുടെ കൂടെയാണല്ലോ. അങ്ങനെ മഹാവിഷ്ണു ഒരു വാമനന്റെ രൂപമായിട്ട് കേരളത്തിലേക്ക് വരിക. വാമനൻ എന്ന് പറഞ്ഞാ ആരാന്ന് മനസ്സിലായ? ഏതാ? ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമയാണോ? ഏത്? ചവിട്ടി താഴ്ത്തുന്നതും. വാമനൻ എന്ന് പറഞ്ഞ വലിയ രൂപമാണോ? അല്ല, ഒരു കുട്ടി മുട്ടയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനത്തെ കൊടയൊക്കെ പിടിച്ചിട്ടല്ലേ വരുന്നിരുന്നല്ലേ? കോപ്പിക്കൂടെയല്ല. അപ്പൊ ഈ മഹാബലി എന്ത് ധർമ്മിഷ്ഠനാണ്, എന്ത് ചോദിച്ചാലും കൊടുക്കും. അപ്പൊ പുള്ളി എത്ര അടി മണ്ണാ ചോദിച്ചത്? 7 അടിയാ? 10 അടിയാ? എല്ലാവരും കേരളത്തിൽ തന്നെയാണോ? 3 അടി. ആദ്യത്തെ 1 അടി വെച്ചപ്പോ തന്നെ ഭൂമിയും പാതാളവും, രണ്ടാമത്തെ അടി വെച്ചപ്പോ ആകാശവും. പിന്നെ വെക്കാൻ 3ാമത്തെ അടി വെക്കാൻ വാമനന് സ്ഥലമില്ല. അപ്പൊ മഹാബലി എന്ത് ചെയ്ത്? കുനിഞ്ഞിരുന്ന് അങ്ങനെ തലയിലേക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തലയിലേക്ക് അങ്ങോട്ട് വെച്ചു. പുള്ളീനെ അങ്ങോട്ട് പാതാളത്തിലേക്ക് ചവിട്ടി അങ്ങോട്ട് താഴ്ത്തി. അപ്പൊ ഈ പാതാളം എവിടെയാ? ഭൂമിയുടെ അടിയിലാണോ? അപ്പൊ ഈ ഭൂമി കറങ്ങി വരുമ്പോ പാതാളം സ്വർഗാവോ? അത് സ്വർഗം മുകളിലും പാതാളം താഴെയല്ലേ? ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ താഴ്ത്തും. അപ്പൊ നരകത്തിലേക്ക് പോകുന്നല്ലേ? ഈ ഭൂമി കറങ്ങി ഇങ്ങനെ വരുമ്പോളാ അത് മുകളിലാവില്ലേ? അപ്പൊ സ്വർഗാവില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഇത് ഫിസിക്സ് എന്താ പറയാ, മനസ്സിലായ? അപ്പൊ ശരിക്കും സ്വർഗവും നരകമൊക്കെ ഉണ്ടോ? ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ? അപ്പൊ ഇപ്പൊ ഇന്നിപ്പോ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നരകാണെങ്കിൽ പിന്നെ നാളെ അത് എന്താവും? അല്ലെങ്കിൽ അപ്പുറത്തെ ഭൂമിയുടെ ആ സൈഡിലുള്ള രാജ്യത്തെ സംബന്ധിച്ച് എന്താവും? ഇത് സ്വർഗം, പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് നരകം അല്ലേ? ഇവർ 2 പേരും അവിടെ നിന്ന് ഇവിടെ നിന്ന് ചവിട്ടി കഴിഞ്ഞാ ഇതൊക്കെ ഉണ്ടാ ശരിക്ക്? ഭൂമിയിൽ എങ്ങനെയാ സ്വർഗവും നരകമൊക്കെ ഉണ്ടാവുക? അത് വേറൊരു ഗ്രഹല്ലേ? ഏത് ഗ്രഹമായിട്ട് വരും? ഗ്രഹമായിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ ഈ സ്വർഗവും നരകമൊക്കെ ഇരിക്കുക? അപ്പൊ എവിടേക്കാ ചവിട്ടി താഴ്ത്തുന്നത്? പാതാളത്തിലോട്ട്. അവിടെ സ്വർഗവും നരകം ഉണ്ടെന്നില്ലല്ലോ. പാതാളത്തിൽ അല്ലേ? അതായത് പാതാളത്തിലേക്ക് നമ്മൾ ചവിട്ടി താഴ്ത്തുന്നു എന്ന് പറയുന്നത് അടിയിലേക്ക് ചവിട്ടി താഴ്ത്തുന്നു എന്നുള്ളതാണ്. ഒരാളെ, മുകളിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ ചവിട്ടി അടിയിലേക്ക് താഴ്ത്തുന്നു. ഇന്ന് നമുക്ക് കാണാമല്ലോ ആളുകളെ ചവിട്ടി താഴ്ത്തുന്നത് അല്ലേ?
ഉയർന്നു നിൽക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ഉന്നത പദവിയിലിരിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ഇപ്പോൾ നാലാളറിയുന്ന നമ്മൾക്ക് വേണ്ടി രാജ്യത്തെ നയിക്കുന്നവരെ ചവിട്ടിത്താഴ്ത്തുക എന്ന് പറയുന്ന ഒരു ഗെയിം തന്നെയുണ്ട്. ഉയർന്നു വരുന്നവരല്ല, നമുക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരെ, അല്ലെങ്കിൽ നല്ലത് മാത്രമല്ല, ഇതിപ്പോൾ തനിക്ക് നല്ലതെന്ന് പറയുന്നത് വേറൊരാൾക്ക് അത്ര നല്ലതായിരിക്കണം എന്നില്ല. അപ്പോൾ ആ വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അവരെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ ആരും എടുത്ത് ഉയർത്തിയതല്ല, മനസ്സിലായോ? അപ്പോൾ ചവിട്ടി താഴ്ത്താനുള്ള അവകാശം നമുക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചവിട്ടി താഴ്ത്തപ്പെട്ട ഒരു വർഗം അല്ലെങ്കിൽ ഒരു നാടിൻ്റെ രാജാവ് എന്ത് കൊടുത്തു വരം? അവിടുത്തെ പ്രജകളെ കാണാൻ എന്താ കൊടുത്തത്? വർഷത്തിൽ ഒരു വട്ടം. അതാണ് തിരുവോണം. അതാണ് നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. ഇനി ഈ കഥ എവിടെന്നെങ്കിലും ചോദിച്ചാൽ കറക്റ്റായിട്ട് പറയാൻ പറ്റും. താങ്ക് യു ചേട്ടാ. ശരിക്കും ഈ കഥ അറിയില്ലായിരുന്നോ? അറിയായിരുന്നു. എവിടെ പഠിച്ചു വളർന്നതൊക്കെ? ഇവിടെ തന്നെ. എനിക്ക് അറിയായിരുന്നു, പെട്ടെന്ന് പറഞ്ഞപ്പോൾ. ഏത് ഭാഗത്തായിട്ട് വരും കേരളത്തിന്റെ? കൊല്ലം. കൊല്ലത്തറിയാൻ വഴിയില്ല. അവിടെ ഇല്ലങ്ങളാണല്ലോ കൂടുതലും. കൊല്ലം കണ്ടവന് ഇല്ല വേണ്ടെന്നല്ലേ? അതെ. അടുത്തലോട്ട് പോകാം. ഓലൻ. ഓലനാ? ഓലൻ. ലോലൻ എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ കറിയില്ലേ? ഓലൻ. സദ്യയിലെ. ഓക്കെ. ഓലൻ എന്ന് കേൾക്കുമ്പോ ഈ പറഞ്ഞ പോലെ ലോലൻ എനിക്ക് ഓർമ്മ വരിക. പാവം ലോലനെ എല്ലാവരും ഇട്ട് ഓടിപ്പിക്കും. ലോലൻ ആരാന്നറിയോ? ഭയങ്കര ലോലനാ. ആരാ ലോലൻ എന്ന് പറയാ? പാവങ്ങളാ. സൗബിൻ ഒരു പടത്തിൽ പറയില്ലേ, മാഷേട്ടൻ ലോലനാ. അപ്പൊ ആരാ ലോലൻ? ആരാ വുഡ് ബി? കൺഗ്രാറ്റുലേഷൻ. അപ്പൊ അടുത്ത് ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. കൊല്ലത്ത് കാര്യമാണോ പറയണത് അതോ ഹസ്ബൻഡിന്റെ വീട് എവിടെയാ? അല്ല വുഡ് ബിയുടെ പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം അല്ലേ? ഓ, എറണാകുളം, കൊല്ലം. ആ, ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഉണ്ണിയെ കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്തത് കിച്ചടി. അച്ചടി കിച്ചടി എല്ലാം വെച്ചു, എല്ലാവർക്കും കിട്ടി. എനിക്ക് മാത്രം കിട്ടിയില്ല. അത് ഏതിലത്തെ പദ്യാണത്? LKG അല്ലേ? മറ്റേ നമ്മുടെ ഒരു സോങ് ഇല്ലേ, കട്ടുറുമ്പിന് കാത് കുത്തണ അതിലുള്ളതാണ് അച്ചടി കിച്ചടി. എനിക്ക് അത്രേ അറിയുള്ളൂട്ടോ. പിന്നെ നമ്മള് സദ്യയിലുള്ള ഒരു വിഭവമാണെന്നറിയാം അച്ചടി കിച്ചടി ഒക്കെ. പക്ഷേ അത് ഒരു സദ്യ പൂർണ്ണമാണെങ്കിൽ ഇതെല്ലാം വേണമല്ലോ. അപ്പൊ അങ്ങനെ മനസ്സിലോട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തിന്? അല്ല, നമ്മൾ ഇതിനെ പറ്റി റിലേറ്റ് ചെയ്താണല്ലോ പറയണേ. ഈ പേരുകൾ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു സദ്യ പൂർണ്ണമാവാനാ? പൂർണ്ണമാണെങ്കിൽ ആദ്യം ഭക്ഷണം ഉണ്ടാക്കാൻ അറിയണ ഒരാള് വേണം. എനിക്ക് എന്തായാലും അറിയില്ല. തനിക്ക് അറിയോ? ചെറുതായിട്ട്. എന്താ അറിയാ? ഓംലേറ്റ് പൊരിക്കുക. പിന്നെ ചായ ഉണ്ടാക്കാൻ? ചായ ഉണ്ടാക്കേണ്ട വന്നിട്ടില്ലാത്തോണ്ട് കറക്റ്റ് ആയിട്ട്. പെണ്ണ് കാണൽ ചടങ്ങ് ഉണ്ടായിട്ടില്ല. അവൻ ചായ കുടിക്കൂല, അത് കാരണം രക്ഷപ്പെട്ടു. കാപ്പി കട്ടൻ. ആ, പിന്നെന്തുണ്ടാക്കറിയാം? കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ, സ്നാക്സ് ഒക്കെ. കട്ട്ലേറ്റാ? ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ പിസ്സ, ബർഗർ, സാൻഡ്വിച്ച്, അതൊക്കെ അറിയാം. മോഡേൺ ഫാസ്റ്റ് ഫുഡ് യുഗത്തിലെ കുട്ടിയാ. സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ എനിക്കും അറിയാം. ബ്രെഡ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളില് അവിടെയുള്ള പച്ചക്കറി നുറുക്കി വെക്കുക, അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കുക. ഓംലെറ്റ്. ബുൾസൈ ഉണ്ടാക്കറിയോ? അറിയാം. ഇനി അടുത്ത ചോദിച്ചോളൂ. കാണം വിറ്റും ഓണം ഉണ്ണണം. കാണം വിറ്റും ഓണം എന്ന് പറയുമ്പോ ആദ്യം തന്നെ അതാണ് ഓർമ്മ വരുന്നത്. എന്താണ് കാണം? അറിയോ? എന്താ കാണും? അറിയോ ആർക്കെങ്കിലും? സംസ്കൃതം.
പണ്ഡിതന എന്താ കാണാം? ആകാശ പറഞ്ഞോ, എനിക്കറിയില്ല. ആകാശം. കാണാൻ ആകാശം വിറ്റിട്ട് എന്താണ് എത്ര വലിയ പ്രതിസന്ധി ആണെങ്കിലും അതൊക്കെ മറികടന്ന് ഓണം ഉണ്ണണം, ഓണം ആഘോഷിക്കണം. ഓണം ആഘോഷിക്കണം. അതെ. നമ്മുടെ വീട്ടിലിപ്പോ എല്ലാ ദിവസവും അത്യാവശ്യം നല്ല കറികളൊക്കെ ഉണ്ട് അല്ലേ? ഓണത്തിനായിട്ട് പ്രത്യേകിച്ച് ഒരു കൂടുതൽ കറിയൊന്നും, സ്പെഷ്യൽ കറികളൊന്നും ഇപ്പൊ നമ്മുടെ വീടുകളിലില്ല. പണ്ട് നമ്മുടെ വീട്ടില് ഞായറാഴ്ച മാത്രമേ ഇറച്ചി വാങ്ങിയിരുന്നുള്ളൂ. ഇന്നിപ്പോ എല്ലാ ദിവസവും ഇറച്ചിയുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ ഇല്ല ഇപ്പൊ കേരളത്തില്. ഒട്ടുമിക്ക വീടുകളിലല്ലേ? കേരളത്തില് ദാരിദ്ര്യം വളരെ കുറവാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ. എന്തുകൊണ്ടാണ്? എല്ലാവരും എല്ലാ ദിവസവും ഓണം വിറ്റ് ഓണം ഉണ്ടോണ്ടിരിക്കുക അല്ലേ? അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗം പുറത്തുനിന്ന് വന്നിരുന്ന കാരണം നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം അല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ കൃഷിയുണ്ടാ? എന്തെങ്കിലും കൃഷിയുണ്ടാ? നെൽകൃഷിയില്ല. പച്ചക്കറി ഉണ്ടോ? തേങ്ങയുണ്ടോ? ഇതൊക്കെ പുറത്തുനിന്നല്ലേ വരണ? നമ്മളിവിടെ എന്താ ഉണ്ടാക്കണ? ഞാൻ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. താനാ? ഞാൻ വീട്ടുകാർക്ക്. നമ്മൾ പ്രശ്നങ്ങളാണ് കൂടുതലും ഉണ്ടാക്കണത് അല്ലേ? ഇതൊക്കെ വേറെ ആൾക്കാരെ പറ്റിയിട്ട് ഇടക്ക് കാണാൻ പറ്റും. ഓണമാണെന്നൊക്കെ പറയണത്. നമ്മളൊക്കെ നല്ല സദ്യ എല്ലാ ദിവസവും. ചിക്കൻ, മട്ടൺ, ബീഫ്, മീൻ പൊരിച്ചത്. പണ്ട് ബിരിയാണിയുടെ കൂടെ വേറെ ഒന്നും കഴിച്ചിരുന്നില്ലല്ലോ. ഇന്ന് ബിരിയാണി ഓർഡർ ചെയ്ത സായൂജ് അതിന്റെ കൂടെ ചിക്കൻ പൊരിച്ചത് ഓർഡർ ചെയ്യും, എക്സ്ട്രാ ബീഫ് ഫ്രൈ, അതിന്റെ കൂടെ ഒരു ഓംലേറ്റ് അല്ലെങ്കിൽ ബീഫ്. ബിരിയാണിയുടെ കൂടെ വേറെ ഒന്നും കഴിച്ചിരുന്നില്ലല്ലോ പണ്ട് നമ്മള്. ഇന്ന് ചിക്കൻ പൊരിച്ചത് എക്സ്ട്രാ വാങ്ങി കഴിക്കും ഇല്ലേ? ഇന്നതൊന്നും ഫലവത്താവില്ല. ഓണമുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല സമൃദ്ധിയിലെ ഭക്ഷണം എത്രത്തോളം കഴിക്കുന്നു അത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. എത്രത്തോളം ഭക്ഷണം കഴിക്കാതിരിക്കുന്നു അത്രയും നല്ലത്. പാൽപ്പായസം എന്ന് പറഞ്ഞു. പാൽപ്പായസം നമ്മൾ പായസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിച്ചിട്ട് പായസം കൊടുക്കാത്ത അവസ്ഥയുണ്ടല്ലോ. എനിക്ക് പാൽപ്പായസം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഓർമ്മ വരുന്നില്ല കേട്ടാ. അതൊന്നും ഇവിടെ പറയാനും പറ്റില്ല. നിങ്ങൾക്ക് എന്താ ഓർമ്മ വന്നു പെട്ടെന്ന് പാൽപ്പായസം എന്ന് പറഞ്ഞപ്പോ? പാൽപ്പായസം എന്ന് പറഞ്ഞപ്പോ എന്താണ് പെട്ടെന്ന് ഓർമ്മ വന്നത്? എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പരിപ്പ് പായസമാണ് കറക്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം. പിന്നെ അടപ്രഥമൻ. പാൽപ്പായസം അങ്ങോട്ട് വേണ്ട വിധത്തിൽ ഞാൻ അങ്ങോട്ട് കൈകാര്യം ചെയ്തിട്ടില്ല. നല്ല പാൽപ്പായസം കിട്ടുന്ന സ്ഥലം ഏതാണ്? അമ്പലപ്പുഴ പാൽപ്പായസം. ഉണ്ണിയപ്പം കിട്ടുന്നത് എവിടെയാ? ശബരിമലയില. അതും അമ്പലപ്പുഴ തന്നെ. കൊട്ടാരക്കര. ഇതാരാ പറഞ്ഞതൊക്കെ? പാച്ചുവാണോ? നല്ല ഫുഡിയാണല്ലേ. നല്ല ഉണ്ണിയപ്പം കൊടുത്തത്. കഴിഞ്ഞ നമുക്കിനി ഒരു ഗെയിമിലോട്ട് പോയാലോ? ഓക്കെ. പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കണം. ആര്? ഞാൻ എന്ത് ചോദിച്ചാലും അതിന് ഓപ്പോസിറ്റ് റിപ്ലൈ തരണം. ഓക്കെ. തർക്കുത്തരം പറയണമെന്നോ? അതെ. അല്ലല്ല, തർക്കുത്തരം അല്ല, അതായിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ സംസാരിക്കണം. ഓക്കെ. ചേട്ടന് സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഇഷ്ടമാണോ? ഈ ഗ്രഹങ്ങൾ തമ്മില് നേർവഴിയില് അല്ലെങ്കിൽ നേർരേഖയിൽ വരുന്ന സമയങ്ങളില്, അതായത് ഭൂമിയും ചന്ദ്രനും അല്ലെങ്കിൽ എന്താണ് പറയാ, ഈ എക്ലിപ്സ് ഒക്കെ ഉണ്ടാവില്ലേ? ഈ ഷാഡോ വരുന്നു ഭൂമിയിലേക്ക്, ഈ 12 മണി മുതൽ ഇരുട്ടായിരിക്കും എന്നൊക്കെ പറയുന്നത്. അതെന്താ അങ്ങനെ പറയുന്നത്? പരസ്പര വിരുദ്ധമായിട്ടല്ലേ സംസാരിക്കണ്ടേ? പിന്നെ അതിൽ ചോദിക്കരുത്. ഞാൻ ചോദിക്കുമ്പോ വേറെ റിപ്ലൈ തരണം. ഇനി അടുത്ത പരസ്പര വിരുദ്ധമായിട്ട് ചോദിക്കണം. നമുക്ക് റിലേറ്റ് ചെയ്ത് പോകാം. ഫുഡ് കഴിച്ചോ? ഞാൻ കല്യാണം കഴിച്ച് ഡിവോഴ്സും കഴിഞ്ഞു. അപ്പൊ ഇനി കല്യാണം കഴിക്കാൻ പോവാ അടുത്ത? ഇനി എവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനാ? ഒരു കാപ്പി ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല. കാപ്പി തരട്ടെ? എന്തിനാ? പോയി ഔട്ടായി. എന്തിനാ ചോദിച്ചു? കാപ്പി എന്തിനാ? കാപ്പി അങ്ങനെ എല്ലാവരുടെ ചോദ്യം കളി തെറ്റി തേടി ആദ്യം മുതൽ ഒന്നുകൂടി പരിപാടി എല്ലാം അങ്ങനെ ചോദിച്ചപ്പോ എങ്ങനെയാ ശരിയാവണ്? അതിനെങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് ഞാൻ പറയാ?
അപ്പൊ പരിപാടി പറയണം, വേറെ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ കഴിച്ചായിരുന്നു. അതോ ഒരു പരിപാടിയല്ലേ, അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വേറെ ചോദിക്കാം. ഒന്നുകൂടി. ഓക്കെ, ഏത് വണ്ടിയിലാ വന്നേന്ന്? അണ്ടിപ്പരിപ്പാണ് കഴിച്ചത് ഞാനേ. എപ്പോ കഴിച്ചു? എപ്പോ കഴിച്ചു? ഇതിപ്പോ എങ്ങനെ ജയിക്കതില്? ഒരു വട്ടം ഇവിടെ കളിക്കുന്ന ഓണ വിശേഷം എന്താ? ഡ്രാക്കുള വന്നു. എവിടെ വന്നു? ഈ പൂക്കളം. ഈ പൂക്കളം അടിപൊളിയല്ലേ? ഗ്രഹങ്ങളുടെ നില തെറ്റിയോ? റോക്കറ്റ് വിട്ടു. എവിടെ? മൺതരി എണ്ണി. ആരെണ്ണി? കടലിലെ ചിപ്പി. ഏത് ചിപ്പി? ഹലോ, മിണ്ടാട്ടം മൂട്ടി. അതെന്താ മുട്ടിപ്പോയ? മിണ്ട്. ഡാൻസ് കളിച്ചാലോ? കരോള് വന്നില്ലല്ലോ. അതെന്താ? ക്രിസ്മസ് അല്ലല്ലോ ഇന്ന്. പൂവൊക്കെ എങ്ങനെ ചേർത്ത് വെച്ചിരിക്കല്ലേ, എന്ത് രസല്ലേ കാണാൻ. റോസും. എന്നിട്ട് കുറച്ച് സാമ്പാർ ഒഴിച്ചാലോ? എങ്ങോട്ട്? ഇവിടെ ഊണില്ലല്ലോ. ഇടുക്കി ഡാം തുറന്നു വിട്ടിട്ട് എന്താ വിവരം? ഒന്നും അറിയില്ല. ന്യൂസ് വെച്ച് കണ്ടാലോ? വുഡ്ബി എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നല്ലേ? കൊല്ലത്ത് എന്താ വിശേഷം? കൊല്ലത്ത് നല്ല വിശേഷം. ഔട്ടായില്ലോ അല്ലേ? ആദ്യമായിട്ട് ജയിച്ചു. ഈ കളി കൊള്ളാല്ലേ? ഒരു ബന്ധമില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ മതിയില്ലേ? അതെ. എനിക്ക് എന്ത് സമ്മാനം തരും? ഞാൻ ഒരു കല്യാണം കഴിപ്പിച്ചു തന്നാലോ നിങ്ങളെ? ഇവിടെ തന്നെ പൂമാലയുണ്ട്. ഇതൊന്നും എടുക്കട്ടെ? വേണ്ട, വീട്ടുകാരൊക്കെ അറിയണ കാര്യമാണത്. അതെ. എന്നാ പിന്നെ ഇവിടെ തന്നെ കഴിപ്പിക്കാം. ഇഷ്ടത്തിന് ഇഷ്ടമുള്ള സമയത്താണ്ട് കഴിച്ചോ. ആ വരങ്ങോട്ട് തോന്നിരിക്കുന്നു. ഓണക്കോടിയൊക്കെ എടുത്തോ? ഇതാ ഇപ്പൊ തന്നെ എടുത്ത് തന്നതാണ്. സബിക തന്നതാ? സബിക തന്നതാ. പുതിയ മാലയൊക്കെ ഇട്ടേക്കുന്നല്ലോ. എന്നെക്കാട്ടും നല്ല ഡ്രസ് ആരുടെയാണോ? പുതിയ മാല ഇട്ടിരിക്കുന്നുണ്ടോ? ഇതും സബിക തന്നതാ. എനിക്ക് തരൂ, നല്ല രസം. ഇതാ? ഇതാ? ഇത് സാബികയുടെയാ. സാബിക തരൂലേ? സാബിക തരുന്ന എനിക്ക് ഒരു ഉറപ്പില്ല. ഒരിക്കൽ തന്നെ കൊടുത്ത് 2-3 മാസം ചുറ്റിച്ചതാ. പാർവതിക്ക് ഫോൺ കൊടുത്തല്ലോ. ആര്? ഞാനാ? ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ എറിയല്ലേ ചെയ്തത്. ഈ ഫോൺ ഇഷ്ടമാണോ ചോദിച്ചപ്പോ? ഈ ഫോൺ ഇഷ്ടമാണോ? ഇഷ്ടാണ്. ഫുഡ്ബിക്ക് എറിഞ്ഞു കൊടുക്ക്, പുള്ളി പിടിക്കും. എറിഞ്ഞോ? ഫോൺ ഇഷ്ടമാണോ? ഐഫോണാ? എന്റെ പൊന്നോ. അങ്ങനെ ആ പേരുദോഷം എന്റെ അടുത്തുനിന്ന് പോയി. ഫോൺ തരുമോ? ഫോണിന്റെ നമ്പർ കൂടി പാസ്വേഡ് എന്തെങ്കിലും പറഞ്ഞ് കൊടുക്കണോ? അറിയോ പുള്ളിക്ക്? പാസ്വേഡ് അറിയാം. എന്നാ എല്ലാ മെസ്സേജും നോക്കിക്കൂടെ? മെസ്സേജ് ഒന്നുമില്ല. ഞാനൊക്കെ ആരെങ്കിലും ഫോൺ കിട്ടിയ ആദ്യം നോക്കും മെസ്സേജാ. വേറെ ആൾക്കാരുടെ മെസ്സേജ് നോക്കുമ്പോ എന്താ രസം. ഞാനിങ്ങനെ ഫോൺ അങ്ങോട്ട് എടുത്ത് ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് തുറന്ന് മെസ്സേജ് അങ്ങോട്ട് തുറന്ന അപ്പൊ പാച്ചു വരും ഇവിടെ. പാച്ചുവിനെ കണ്ടില്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമ തുറന്നാ പിടിക്കും. അപ്പൊ തന്നെ പ്രത്യക്ഷനാവും അവിടെ. മാല തരൂലേ? ഏത് മാലയാ? മാല തരില്ല കേട്ടോ. തരൂലേ? ആർക്കും ഒന്നും കൊടുക്കാത്ത ആളാ ഷൈൻചേട്ടൻ. ഞാൻ മാവേലി അല്ല ഒന്നാമത്. അങ്ങനെ കൊടുക്കുന്ന ആൾക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ലേ? അതിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. മനസ്സിലായ? ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് മാത്രം, ഓണം ആകുന്നതിനെ കുറിച്ചും ഓണത്തിനെ കുറിച്ചും മാത്രം ചിന്തിക്കുക. സാധനങ്ങൾ സിൽവർ മാല കൊള്ളൂല. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ അത് ഊരാൻ പോകുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ചോദിച്ച സംഭവമാണ്. എന്ത് ചെയ്യേണ്ടത്? അത് അതിനേക്കാളും നല്ല മാല അതാണ് ഓന്റെ കാര്യത്തിൽ വുഡ്ബിയുടെ. അതെന്നും കണ്ടു മടുത്തു.
അതേപോലത്തെ തന്നെ ഒരു മാല തന്നെയാണ് ഇത്. ഇതിലൊരു കട്ടയും കൂടെ പോയി കിട്ടണമെന്നുള്ളൂ. ചേട്ടൻ ഇട്ട മാലയാകുമ്പോ അത് സ്പെഷ്യൽ അല്ലേ? ഒരു സ്പെഷ്യലും ഇല്ല കേട്ടോ. തിരിച്ചൊക്കെ ഇടുന്ന തരൂല അപ്പൊ ഒരു രസം. ഇത് എന്റെ മാലയല്ല ഒന്നാമത്. ഇതേ ഞാൻ ഇനി പുലിവാല പിടിക്കണം. ഇതെന്താ ചെയ്യാ? ലോക്ക് ചെയ്താ മതി. ഇതിന്റെ ഒക്കെ ലോക്കുണ്ടല്ലോ. കണ്ടുപിടിച്ച ആൾക്കാരെ വേണം. സാബി പിടിച്ചോ. കണ്ട ഇനി സാബിനോട് ചോദിച്ചോ മാല. ഇനി വാച്ച് ഇത് ആരുടെയാന്നറിയോ? ഇത് വേണോ? ഇത് പാച്ചുവിന്റെ. എടാ പാച്ചു നിനക്ക് വേണോ? അത് പിടിച്ചോ പാച്ചു. ഫോൺ എടുത്തോ. ഇനി ചെരുപ്പ് ഇത് വേണോ? വേണ്ട, ചേരൂല. ഈ മൈക്ക് ഷാജി പാപ്പാന്റെ. ഞാൻ വെറും കൈയോടെ വന്നതാണ് ഈ ഭൂമിയിലേക്ക്. പുതിയ സിനിമ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? പുതിയ സിനിമ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്കില് പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് NTRന്റെ. അത് കുറച്ച് മാസങ്ങൾക്ക് കൂടി കഴിയും അതൊന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അത് കൂടാതെ നമ്മൾ ഇപ്പോൾ മഹാറാണി റിലീസാവാൻ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ 6-ാം തിരുകൽപ്പന, അയൽ, പിന്നെ കമൽ സാറിൻ്റെ പടം വിവേകാനന്ദൻ വൈറലാണ്. പിന്നെ ഏതൊക്കെയാണ്? പിന്നെ നമ്മുടെ ആഷിഖ് ഉസ്മാൻ്റെ ഒരു പടം വരുന്നുണ്ട്, ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുന്നുണ്ട്. പിന്നെ താനാരോ എന്ന് പറഞ്ഞിട്ടൊരു പടം അത് ഇറങ്ങാനുണ്ട്. അതൊക്കെയാണ് ഇറങ്ങാനുള്ള പടങ്ങൾ. ഷൂട്ട് തുടങ്ങാൻ ഉള്ള പടങ്ങൾ ഒരു തമിഴോട് തുടങ്ങാനിരിക്കുന്നുണ്ട്. അത് ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും വിചാരിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി. ഡേറ്റ് മാറ്റി കളിക്കുക അവര്. എല്ലാ ദിവസവും നമുക്ക് വർക്ക് ഉണ്ടാവണം, അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഭയങ്കര വർക്ക്ഹോളിക് ആണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആൽക്കഹോളിക് ആണെന്ന്, ഹാർഡ് വർക്കിംഗ് ആണ്. ഇപ്പൊ കഴിഞ്ഞൊരു ഇന്റർവ്യൂല് ഞാൻ കേട്ടു കുറുക്കൻ മൂവിയിലെ ആക്ട്രസ് പറയുന്നത്. മാളവിക. എന്താ സെറ്റില് കാര്യങ്ങളിലൊക്കെ ഭയങ്കര വർക്ക്ഹോളിക് ആയിട്ടുള്ള, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് ഷൈൻ ചേട്ടൻ. എന്നിട്ടും അവര് തിരിച്ചറിയാതെ പോവാണല്ലോ. ആര് പറഞ്ഞു? എല്ലാ ഹാർഡ് വർക്കിങ്ങിനെ എല്ലാരും തിരിച്ചറിയുന്നുണ്ട്. കഴിഞ്ഞ ഇന്റർവ്യൂല് പാർവതീനെ വണ്ടിയിൽ കൊണ്ടുപോയില്ലേ? ആ ഒരു ഇന്റർവ്യൂ ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു ഓരോ റെസ്പോൺസ് ഒക്കെ? സ്ഥിരമായിട്ട് പ്രൊഡ്യൂസർ ചേട്ടനാണ് കൊണ്ടുപോവാറ്. അന്ന് പ്രൊഡ്യൂസർ ചേട്ടൻ പറഞ്ഞു എന്നോട് ഒന്ന് വണ്ടി ഓടിക്കാൻ, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഞാൻ വണ്ടിയിൽ കൊണ്ടുപോയതല്ല. സത്യമായിട്ടും ഷാജി പാപ്പാന്റെ ആൾക്കാരെ സാക്ഷി നിർത്തി ഞാൻ പറയാണ്. അല്ലേ? ആ പ്രൊഡ്യൂസർ ചേട്ടൻ എവിടെയാ? വന്നില്ല. മറ്റേ ഇന്റർവ്യൂവിൽ എടുത്തെറിഞ്ഞ ഫോൺ തന്നെയാണോ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്? അതേ ഫോൺ ആണോ? വിവോ. അതെനിക്ക് തരുമോ? ഇതെല്ലാം ചോദിക്കാറുള്ളത്. ഒന്നും തരണില്ലല്ലോ ചോദിച്ചിട്ട്. അല്ല, ചോദിക്കാനല്ലേ വന്നിരിക്കണ ഇന്റർവ്യൂ, സാധനങ്ങൾ ചോദിക്കാനല്ലല്ലോ. അല്ല, എനിക്ക് തോന്നണേ എല്ലാം പോയി സാധനങ്ങളൊക്കെ ചോദിച്ചിട്ട് നാളെ പറഞ്ഞു വിട്ട് ചോദ്യം ചോദിക്കാനല്ലേ. മറ്റേ ഇരുന്ന് ചിരിക്കുക ഷാജി പാപ്പാൻ. ഇതാണോ ഷാജി പാപ്പാൻ? ആരാ ശരിക്കും ഷാജി പാപ്പാൻ? വന്നില്ല. ഏതാ പ്രൊഡ്യൂസർ ആയിട്ടാണോ? ഓണം സ്പെഷ്യൽ റാപ്പിഡ് ഫയറിലോട്ട് പോയാലോ? ഓക്കെ. ഓണം എന്ന് കേട്ടല്ലോ, ഷൈൻ ചേട്ടന്റെ മനസ്സിലോട്ട് വരുന്ന ഒരു ദൃശ്യം എന്താ? ഓണം എന്ന് പറഞ്ഞ പൂക്കളം. പൂക്കളം. ഓണപരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ വിഷയം? ഇംഗ്ലീഷ്. 49 മാർക്ക് 50-ല്. ഷൈൻ ചേട്ടൻ ആരെങ്കിലും മാവേലിന്ന് വിളിച്ചിട്ടുണ്ടോ? ആരും അങ്ങനെ വിളിക്കും ഒരു സാധ്യത ഞാൻ നോക്കിട്ട് കാണുന്നില്ല. അത്രയും പഞ്ചലാണല്ലേ? എന്ത് പഞ്ചല്? മാവേലി കുറച്ച് തടിച്ച് ഉരുണ്ട ആൾക്കാരല്ലേ. പിന്നെ നമ്മൾ മാവേലി എന്നൊക്കെ പറയൂലേ, മാവേലിയെ പോലെ വർഷത്തിൽ. അത് കോളേജിൽ വിളിച്ചിരുന്നു ക്ലാസ്സിൽ ഇടയ്ക്ക് വരുമ്പോ. ഇതാ മാവേലി ഒന്നേന്ന് 3 ദിവസമാണ് പോയിട്ടുള്ളത് 3 വർഷത്തെ കോഴ്സിന്. 3 ദിവസോ? അങ്ങനെയാണെങ്കിലല്ലേ മാവേലി ആവുള്ളൂ. കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന ഡിഗ്രി കോഴ്സ് 3 വർഷം, ഓരോ വർഷം ഓരോ വട്ടം. അപ്പൊ എക്സാമോ? എക്സാം എഴുതിയില്ലേ? 16 പേപ്പർ കിട്ടാൻ. അയ്യോ,
അതല്ലേ അവളന്ന് പറഞ്ഞത്? ആര്? പാർവതി ഡാഡിനോട് ചോദിച്ചിട്ട് അല്ലല്ലോ 18 പേപ്പറും കിട്ടാണ്ടല്ലോ എന്ന്. 18 പേപ്പർ തന്നെ ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ ഒരു കണക്ക് പറഞ്ഞ 16. ഇപ്പൊ പക്ഷെ കൂട്ടി തോന്നുന്നു പേപ്പറുകൾ ഡിഗ്രിക്ക് ഇല്ലേ? 2 സെമ്മില്ലേ ഒരു വർഷം? എല്ലാം 6 അപ്പൊ 12 പരീക്ഷ ഉണ്ടാ ഒരു വർഷം. അപ്പൊ 3 വർഷം കൊണ്ട് എത്ര വർഷം? 36 പേപ്പറാ. ഭാഗ്യം അന്ന് തന്നെ രക്ഷപ്പെട്ടത്. ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ആർക്കെങ്കിലും? ഡിഗ്രി കഴിഞ്ഞാ? ഏതായിരുന്നു വിഷയം? സൈക്കോളജിയാ? വക്കീല്, ഡോക്ടർ, സൈക്കോളജിസ്റ്റ്. എന്റെ അനിയത്തിമാര് സൈക്കോളജി, BSc MSc സൈക്കോളജി കഴിഞ്ഞ മൂത്തനിയത്തി. രണ്ടാമത്തെ അനിയത്തി സൈക്കോളജി അല്ല, സ്പെഷ്യൽ BEd ആയിരുന്നു. പ്രശ്നമൊക്കെ വരുമ്പോ പോയി സംസാരിക്കാറുണ്ടോ? ഞാൻ പ്രശ്നം സംസാരിക്കാറുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളൊന്നും പിന്നെ പൊതുവെ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങളാ അല്ലേ? ദാരിദ്ര്യം. ഓണത്തിന് മാവേലി വരുന്ന ടൈമില് ഒരു വരം തരാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏത് വരം, എന്തായിരിക്കും ചൂസ് ചെയ്യണേ? എന്ത് വരാണെന്നോ? വരം മാറ്റിട്ട് വരയാക്കിയാലോ എന്ന് ഒരു ആലോചനയുണ്ട്. തലവരയാ? ആ, നേരെയാക്കാനോ? നേരെയാണല്ലോ വരയ്ക്കുന്നത്. ഷൈൻ ചേട്ടന്റെ മനസ്സിലുള്ള ഒരു ഓണപ്പാട്ട് പാടാമോ? ആദ്യം ഒരു പാട്ട് പാടി. അത് ഓണപ്പാട്ടല്ലല്ലോ, ഞാൻ ഓണപ്പാട്ട് പാടാൻ പറഞ്ഞപ്പോ. അതില് ഓണത്തിനെ സംബന്ധിച്ച് എന്തൊക്കെ ഉണ്ടായിരുന്നു? കൊടയുണ്ടായിരുന്നു. അങ്ങനെ ഓണപ്പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പാടുക? അപ്പൊ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യണ്ട? ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. അതല്ല, നമ്മൾ താമരക്കിളി ഓണപ്പാട്ടാണോ? തിരുവാവണി രാവ്. താമരക്കിളി പാടും, അത് ഓണപ്പാട്ടാണോ? അത് ഓണപ്പാട്ടല്ല. ഏതാണ് ഓണപ്പാട്ടുള്ളത് നമുക്ക് പാടാൻ പറ്റും? അയ്യോ, അതൊക്കെ ഓണപ്പാട്ടല്ലേ? അത് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. അതെനിക്ക് അറിയില്ലൊന്ന് പാടിയ. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ ഉണ്ണി ചാടിമറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ, പാടിന് ചേട്ടപ്പാട്. എനിക്ക് ആ പാട്ട് അറിയില്ലട സത്യത്തില്. ഓണപ്പാട്ട് അറിയില്ലേ? കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. കാണാൻ പാടാനായിട്ട് ട്രൈ ചെയ്തിട്ടില്ല ആ പാട്ട്. നമ്മൾ ഓണാവാറല്ലേ നോക്കുള്ളൂ, ഓണം ആവാൻ. കാരണം വെക്കേഷൻ കിട്ടണമല്ലോ ഓണായിട്ട്. ഈ ഓണം ചേട്ടന് സ്പെഷ്യൽ ആകാനുള്ള കാരണം എന്താണ്? സ്പെഷ്യൽ ആവാനുള്ള കാരണം നമുക്ക് വരുന്ന ഓരോ പുതിയ ഓണങ്ങളും നമ്മുടെ സ്പെഷ്യൽ ആയിരിക്കും. ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും റംസാൻ ആണെങ്കിലും. കാരണം മറ്റൊക്കെ കഴിഞ്ഞു പോയല്ലോ. ഇനി വരാനുള്ളതാണെങ്കിൽ വന്നിട്ടുമില്ല. വന്നിട്ടുള്ള ഓണം ഇതല്ലേ, അപ്പൊ ഇതാണ് ഏറ്റവും സ്പെഷ്യൽ. ഷൈൻ ചേട്ടൻ ഒരു ഇന്റർവ്യൂല് താഴെ കിടന്ന് ഡാൻസ് കളിച്ചിട്ടില്ലേ? താഴെ കിടന്നിട്ടാ? താഴെക്കിടയിലുള്ളവരല്ലേ നമ്മള്. രാജ്യത്തെ വേണ്ടാന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ ആലോചിക്കുമ്പോഴോ? ഇപ്പൊ ആലോചിക്കുമ്പോ വേണ്ടാന്ന് തോന്നുന്നില്ല. പക്ഷെ ഞാൻ എന്തിനാ വേണ്ട അങ്ങനെ ഒരു ചോദ്യം എന്തിനാ ചോദിച്ചു? അല്ല, മുമ്പ് ചെയ്തതിലും കാര്യം ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഇല്ല, ഒരിക്കലില്ല. ഇല്ല. അത് കാഴ്ചക്കാരല്ലേ റിഗ്രറ്റ് ചെയ്യേണ്ടത്. അതൊക്കെ കണ്ട് അതാണ് ഫാൻസ് ഒക്കെ ഇത്ര കൂടിയതല്ലേ. താഴെ കിടന്ന് കളിക്കണട്ടാ. ഇപ്പൊ അതൊന്നൊക്കെ ഭയങ്കര വ്യത്യാസം വന്നില്ലേ? വളരെ പക്വതയോട് കൂടിയിട്ട് അധികം മിതഭാഷ ആയില്ലേ? അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? അത്രക്കില്ല, എന്നാലും വീട്ടിൽ നിന്ന് നല്ല ചീത്ത കേൾക്കാറുണ്ടേ ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും. സിനിമയിൽ ഷൈൻ ചേട്ടൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാരാ? സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും നമ്മൾ ആരാധിക്കുന്നത് ആരെയാ? ദൈവങ്ങളെ അല്ലേ? വ്യക്തികളെ ആരാധിക്കാൻ പാടുവോ? ഗുരു എന്നൊക്കെ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ കമൽ സാറിന്റെ ശിഷ്യനായിരുന്നു. അപ്പൊ എൻ്റെ സിനിമയിൽ എൻ്റെ ഗുരു കമൽ സാറാണ്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ
എനിക്ക് ഏറ്റവും ഇഷ്ടം ആദ്യം തോന്നിയ വ്യക്തി അഭിനയത്തിൽ ലാലേട്ടനാണ്. പിന്നെ സ്വാഭാവികമായിട്ടും അത് മമ്മൂക്കയിലേക്കും. മമ്മൂക്കാനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെന്ന് പലതിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ്. അത് ഈ പെൺകുട്ടികൾ അപ്പം തന്നെ ചോദിക്കും അത്രയ്ക്ക് ഇഷ്ടമാണോ, എത്രയ്ക്ക് ഇഷ്ടമാണോ എന്നൊക്കെ. അതൊന്നും അളക്കളവാണൊന്നും ഇല്ല നമുക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൺമുന്നിൽ കണ്ട ഒരുപാട് കാര്യങ്ങളാണ്. ലാലേട്ടൻ്റെ കാര്യങ്ങളാണെങ്കിലും മമ്മൂക്കയുടെ കാര്യങ്ങളാണെങ്കിലും ശരിക്ക് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലാണ് ലാലേട്ടന് മമ്മൂക്കയൊക്കെ. ഇപ്പോഴത്തെ പിള്ളേർ പറയില്ലേ ലാലേട്ടൻ ഫാനാണ്, മമ്മൂക്ക ഫാനാണ്. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള ലാലേട്ടനെയും മമ്മൂക്കാനെയൊന്നും ശരിക്കും നിങ്ങൾ കണ്ടിട്ടില്ല. അതൊക്കെ ആ തിയേറ്ററിൽ കിട്ടുന്ന കയ്യടി, ഏത് കീടത്തില് ലാസ്റ്റ് പോയിട്ട് അടിക്കുമ്പോഴും, പിന്നെ ന്യൂഡൽഹി കണ്ടുണ്ടോ മമ്മൂക്കയുടെ അമരം കണ്ടുണ്ടോ? കടൽ വിളിക്കണണ്ട, നാടി വിളിക്കണണ്ട ഉണ്ട്. മമ്മൂക്ക കരയുന്നത് കാണുമ്പോൾ തിയേറ്ററിൽ കയ്യടി കേട്ടിട്ടുണ്ട് ഞാൻ. അതായത് ആ കരച്ചിൽ നമ്മളുടെ ഉള്ളിൽ കൊണ്ടിട്ട് കാണികൾ കൈയടിക്കണതാണ് അല്ലേ. അത് വാത്സല്യത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. വാത്സല്യം എന്ന് പറയുന്ന ചിത്രത്തിൽ ലാസ്റ്റ് ഒരു പാവ എന്ന് പറഞ്ഞിട്ട് സിദ്ധിക്ക് പോകുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും. അത് വല്ലാത്ത ഭയങ്കര നൊമ്പലുണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. പിന്നെ അമരത്തിലെ അതേപോലത്തെ സീനുണ്ട്. മണലിൽ കിടന്നിട്ട് മണൽ കൂട്ടിപ്പിടിക്കണം. ലാലേട്ടൻ ഡയലോഗ് പറഞ്ഞിങ്ങനെ കസറി പഞ്ച് ഡയലോഗുകൾ അടിച്ചിട്ടാണ് വരിക. നമുക്ക് പക്ഷെ നമ്മളെ കരയിപ്പിക്കും. സെന്റിമെന്റ് സീൻസ് മമ്മൂക്കയുടെ പഞ്ച് ഡയലോഗ് നമ്മൾ കേട്ടത് ബിഗ് ബിയിലാണ്. പക്ഷെ നമുക്കത് റെഗുലറായിട്ട് ഓരോ കറക്റ്റ് ഇൻ്റർവെൽസിൽ ഇങ്ങനെ ഓരോരോ നല്ല ക്യാരക്ടേഴ്സിലൂടെ ഇപ്പോഴും നമ്മൾ അതിശയിപ്പിക്കുന്നുണ്ട്. ലാലേട്ടൻ പിന്നെ ക്യാരക്ടറിന്റെ മുകളിലേക്ക് വലിയൊരു താരമായി. ഷൈൻ ചേട്ടന് തുടക്കത്തിൽ ഒരുപാട് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്ന ആരൊക്കെയായിരുന്നു? വീട്ടുകാരായിരുന്നോ, ഫ്രണ്ട്സോ? വീട്ടുകാർ നിൽക്കുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും. മനസ്സിലായോ? ഒരു വീട്ടിലെ മൂത്ത പയ്യൻ എന്തുകൊണ്ടും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പഠനം കഴിഞ്ഞ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പോകേണ്ടതല്ലേ ജോലി ചെയ്ത്. പക്ഷെ ആ സമയത്തും ഒരു ഇൻകവും ഇല്ലാതെ അല്ലെങ്കിൽ വലിയ ഇൻകം ഇല്ലാതെ നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴും എന്തെങ്കിലും ഇവന് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും, അതിൽ നിന്ന് ഇൻകം വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വീട്ടുകാർ വീണ്ടും അവരുടെ തോളിലേറ്റി കുടുംബം ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുക ഒരു പ്രതീക്ഷയുടെ പുറത്ത്. എന്ത് അപ്പോൾ അത് തന്നെയാണ്. അങ്ങനെ പല എൻ്റെ കൂടെ പഠിച്ചവരാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള പലർക്കും അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടാത്തതുണ്ട്. എന്ത് അങ്ങനത്തെ സപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവാതെ എത്രയോ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പൊന്നാനിയിലുണ്ടായിരുന്ന എപ്പോഴും ബെസ്റ്റ് ആക്ടർ കിട്ടിയിരുന്ന പയ്യൻ, അവർക്ക് ഓരോരോ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു. മനസ്സിലായ? അവർക്ക് സിനിമയിൽ നിന്ന് വീണ്ടും കാലം കഴിച്ചു കൂട്ടാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ അങ്ങനെ അവസരം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനത്തെ അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടും നമ്മുടെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. ഷൈൻ ചേട്ടൻ ഭയങ്കര പഞ്ചലാണെന്നാണല്ലോ. അല്ല സ്കൂളിലൊന്നും ഞാൻ പഞ്ചലായിരുന്നില്ല. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരുന്നു സ്കൂളിൽ പോവുക, പഠിക്കുക എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അന്ന്. ഇന്ന് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഷൂട്ടിങ്ങിന് പോവുക, അഭിനയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര പഞ്ചലായി. അത്രയേറെ പാഷൻ ആയതുകൊണ്ടാണ്, അത് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഷൈൻ ചേട്ടൻ നായികമാരിൽ പിന്നീട് ബെസ്റ്റ് ഫ്രണ്ടായി മാറിയ ആരൊക്കെയാ? ബെസ്റ്റ് ഒക്കെ ഉണ്ടോ നായികമാര്? ആന അങ്ങനെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. പിന്നെ രജീഷ, പിന്നെ ഐശ്വര്യ, പിന്നെ മാളവിക, പിന്നെ
എനിക്ക് ഫ്രണ്ട് നല്ല കമ്പനിയായി, നമ്മളങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. പിന്നെ ആരൊക്കെയായിരുന്നു? പിന്നെ ശ്രുതി. എത്ര പേര് ഇത് കണ്ടോ? യെസ് നോ Yes or യെസ് no? നോ യാ. ഞാൻ ചോദിക്കുന്നതിന് യെസ് ഓർ നോ കാണിക്കണം. ആവശ്യമുള്ളതാണേ. മറ്റ് ചില നടന്മാരെ ചെയ്തു വെക്കുന്ന പണികൾക്ക് ഷൈൻ ടോം ചാക്കോയുടെ പേര് വലിച്ചിടാറുണ്ടോ? എൻ്റെ പേരാ? ആ. നോ, ഞാൻ ചെയ്യുന്ന പണിക്ക് മാത്രം വലിച്ചിടാറുള്ളൂ. ഷൈൻ ടോം ചാക്കോ ഒരു കംപ്ലീറ്റ് ദൈവവിശ്വാസിയാണ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നോ. സ്വന്തം പേരുള്ള ഗോസിപ്പ് കണ്ടിട്ട് ചിരി വന്നിട്ടുണ്ട്. ചിരി വന്നിട്ടുണ്ടോ? യെസ്. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നോ? ഷെയർ ഗോസിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇല്ലടാ. സ്വന്തമായ ഒരു സിനിമ നിർമ്മിക്കാനുള്ള ആഗ്രഹമുണ്ട്. നോ. ഫോൺ നമ്പർ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. നോ. നൈറ്റ്. വളരെ ഇതായിട്ട് എന്തിനാ ആൻസർ തെറ്റിച്ചു കൊടുക്കണം? ചെയ്യാനുള്ള ശരിക്കും കൊടുത്തിട്ട് തന്നെ അവര് വിളിക്കണില്ല. ഇനിയിപ്പോ തെറ്റിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാ ആര് വിളിക്കാനാ? ടെൻഷൻ അടിച്ചൊരു രാത്രി മൊത്തം ഉറക്കം കളഞ്ഞിട്ടുണ്ട്. നോ. ഇല്ല, അത്രയ്ക്ക് കൂളാണോ? രാത്രി ഉറങ്ങാറേ ഇല്ല. ടെൻഷൻ അടിച്ചിട്ടല്ല, പിന്നെ ടെൻഷൻ അടിക്കാതെ. ഓക്കെ. സന്തോഷം വരുമ്പോൾ ആരും കാണാതെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. നോ. എല്ലാം no ആരും ആണ്. കാണുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഡാൻസ് ചെയ്യണ്? വെറുതെ ഇരുന്നാ മതി. നമ്മുടെ സന്തോഷത്തിന് സെൽഫ് ലവ് ഇല്ല. അവന് എവിടെയെങ്കിലും നേരെ പോവാ, അടങ്ങി ഒതുങ്ങി ഇരിക്കുക, നല്ല ചിത്രമൊക്കെ വരച്ച് അല്ലേ? വയസ്സ് തെറ്റിച്ച് പറയാറുണ്ട്. നോ. 40 കൂട്ടി പറയാറുണ്ട്. കൂട്ടി പറയോ? എനിക്കിപ്പോ 40 ആയിട്ടില്ല, 39 ജസ്റ്റ്. എന്നാലും ഞാൻ 40 എന്ന് പറയും, കാരണം കുറെ ആയില്ല 30 എന്ന് പറയും. 40 ആയില്ലേ? ഈ സെഗ്മെന്റ് അവസാനിച്ചു. എല്ലാം നോ. എല്ലാം നോയാ? ആ, എസ് പറഞ്ഞില്ല ഞാൻ. ഒരെണ്ണത്തിൽ പറഞ്ഞു ചിരിക്കാറുണ്ട് എന്നുള്ളത്. ചിരിക്കാറുണ്ട്? ഗോസിപ്പ് കേട്ടിട്ട്. യെസ്. ദേഷ്യം വരാറുണ്ട് കേട്ടോ ഗോസിപ്പ് കേട്ടിട്ട്. ആണോ? താങ്ക് യു. മാവേലി എന്ന് പറയുമ്പോ എന്റെ മനസ്സിലോട്ടൊക്കെ മാവേലി എന്ന് പറയുമ്പോ എന്റെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത് ഇന്നസെന്റിനെയാണ്. അതിന് ഷൈൻ ചേട്ടന് മനസ്സിലോട്ട് മാവേലി എന്നൊക്കെ പറയുമ്പോ ഒരു രൂപമൊക്കെ ആരും ഓർമ്മ വരുന്നത്? എനിക്ക് മാവേലി എന്ന് പറയുമ്പോ നമ്മൾ നേരത്തെ അത് പറഞ്ഞല്ലേ, ഇതേ മാവേലി കൊമ്പത്ത്. പിന്നെ സായോജിനെയൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. വെറുതെ പറഞ്ഞോട്ടോ, സായോജിനെ ഞാൻ ഇപ്പൊ കാണാൻ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ സായോജ് ആദ്യകാലം മുതലേ എല്ലാവരെയും കാണുന്നുണ്ട്. വല്ലാത്ത മനുഷ്യൻ തന്നെ. ചെറുപ്പത്തില് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടോ? വീട്ടിലിടാറുണ്ടായിരുന്നോ? വീട്ടിലിടാറുണ്ട്. 10 ദിവസവും 10 ദിവസവും പൂക്കളിടാറുണ്ട്. ഇടാറുണ്ട്. ചേട്ടനാണ് ഇടുന്നത് അതോ അമ്മ, സിസ്റ്റേഴ്സ്? അങ്ങനെയല്ല, നമ്മള് ചെറുപ്പത്തില് ഇപ്പൊ അമ്മയുടെ അനിയത്തിമാര്, മേമമാര് എന്ന് വിളിക്കുന്നു, അവരാണ് നമുക്ക് ആദ്യം ഇടാറ്. പിന്നെ ചേച്ചിമാര്, പിന്നെ വീട്ടിലെ മമ്മി ഇടാറുണ്ട്. പിന്നെ അത് നമ്മൾ അനിയത്തിമാര്, അങ്ങനെ പൂക്കളം നമ്മളെല്ലാ കേരളത്തിലുള്ള എല്ലാവരും ഓണത്തിന് പൂക്കളം ഇടുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ആഠ്യത്വം. ആഠ്യത്വത്തിന്റെ വേറെ വേറെ കഥകളൊക്കെ ഉണ്ട്. ഒരു ടാസ്ക് വരട്ടെ. ഓണം ഒക്കെ അല്ലേ, ഏതെങ്കിലും ഫ്രണ്ടിനെ വിളിച്ചൊന്ന് പ്രാങ്ക് ചെയ്യോ? അങ്ങനെന്താ? എന്തേലും ഇല്ലാത്തത് പറഞ്ഞിട്ട്. ഇല്ലാത്തത് പറഞ്ഞപ്പോ ആരാ വിശ്വസിക്കുക? ഞാൻ പറഞ്ഞ കല്യാണമായെന്ന് പറ. പ്രാങ്ക് ചെയ്യാൻ പറ്റിയ ഒരാളുണ്ട്. ആരാ? സ്പീക്കറിലിടോ? പേര് പറഞ്ഞോ? നമ്മൾ ബിറ്റോ ചേട്ടനായിട്ട് എന്നെ മരുന്ന് വിളിക്കും. ഈ സമയമായതുകൊണ്ട് ഫോൺ എടുക്കുമെന്ന് അറിയില്ല. ഉത്രാടാണേ. ഹലോ ടെന്നമ്മൽ,
പറയാളിയാ. നിങ്ങക്ക് ഒരു പെണ്ണ് തെറ്റായിട്ടുണ്ട് കല്യാണം കഴിക്കാൻ. ഓടാ. ശരിക്കും ആ എങ്ങനെ? ഒരു പെങ്കൊച്ച് റെഡി ആയിട്ടുണ്ട് നിങ്ങളെ കല്യാണം കഴിക്കാൻ. ആരത്? പക്ഷെ ഓന് വുഡ്ബി സമ്മതിക്കുമെന്ന് അറിയില്ല പെങ്കൊച്ചിന്റെ. അതെ. ആരാന്ന് മനസ്സിലായാ? ഇന്നലെ നിങ്ങളെ എനിക്കൊരു പണി തന്നാ. നൈസ് മൂടല്ലേ ഞാൻ പറഞ്ഞോളൂ. എന്ത് മൂട്? കിട്ട് പന്നിറങ്ങാനായിട്ട് വന്ന്. അയ്യോ ഞാൻ ഒരെണ്ണം കെട്ടി ഡിവോഴ്സും കഴിഞ്ഞിരിക്കുക സ്വസ്ഥായിട്ട്. ഇനി നിങ്ങൾ കെട്ടൊന്ന് എന്നിട്ട് ഞാൻ കാണട്ടെ നിങ്ങളുടെ അമ്മച്ചി എത്ര കാലായി എന്ന് വിചാരിക്കണ ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ വരുന്നു. ഇപ്പൊ ആ പെങ്കൊച്ച് റെഡി ആയിട്ടുണ്ട്. ഓണം ഓഫറിൽ ഒത്തു കിട്ടിയതാ. അതെ. ആ എന്നാ കൊണ്ടുപോകാ ഞാൻ നോക്കട്ടെ. ഇത് ഓണത്തിന്റെ ഒരു ഷാജി പാപ്പ എന്ന് പറഞ്ഞ ഓൺലൈൻ ചാനലിന്റെ പരിപാടിയാ. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരു പണി കൊടുക്കാൻ ചോദിച്ചു. ഫ്രാങ്ക് എന്താ ഫ്രാങ്ക് ഇതാ ആ കൊച്ചിനെ കൊടുക്കാം അവതാരയ്ക്ക്. ഹായ് ചേട്ടാ. ചേട്ടാ എന്റെ പേര് സുലു. ബിറ്റു ചേട്ടനാണ് അങ്കമാലി ഡയറീസിലെ 10ML അറിയില്ലേ? ചേട്ടനെ ഇഷ്ടാണെന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു. പക്ഷെ പൊട്ടിച്ചു വേഗം. എന്നെ കണ്ടോ? എങ്ങനെയിരിക്കും? സിനിമയിലായിരിക്കില്ലേ? അതെ. രണ്ട് കൊമ്പൊക്കെ ആയിട്ടുള്ള അല്ല ഏത് പടത്തിലാണ് കണ്ടിട്ടുള്ളത് ബിറ്റു ചേട്ടന്? അങ്കമാലി ഡയറീസ്. അങ്കമാലി ഡയറീസില് ഏതാ ക്യാരക്ടർ? അത് ഓർമ്മയില്ല. ചേട്ടാ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താ ഓണപരിപാടിയാണ്, ഉത്രാട പരിപാടിയാണ്. എന്താണ് ഓണൊക്കെ ആയിട്ട് സദ്യയൊക്കെ കഴിച്ചോ? അതിന് സദ്യ കഴിഞ്ഞാൽ ഓണായിട്ടില്ലല്ലോ. നിങ്ങൾ ഓണായിട്ടില്ല. ഇത്ര നേരമായിട്ടും 12:45 ഇനി എപ്പോ ഓണാവാനാ? ചേട്ടനൊന്നും അറിഞ്ഞില്ലേ ഉത്രാടായിട്ട് ഈ ലോകത്തല്ലേ? അല്ല ഉത്രാടായിട്ട് ഓണായിട്ട് നിങ്ങളുടെ മെയിൻ പരിപാടി എന്താ അത് പറഞ്ഞേക്ക്. ഓണായിട്ട് എന്തായിരിക്കും മറ്റേ പരിപാടി? പറയാളിയാ നിങ്ങള് പറയാളിയാ. നമ്മള് ചാലക്കുടിക്കാര് ഒക്കെ എന്താ പറയാ പച്ചക്ക് പറഞ്ഞാ നല്ലരിക്കുക എന്തെങ്കിലും മറ്റേ പൈസൊക്കെ വയ്ക്കുക എന്തെങ്കിലും പച്ചക്കറി കിട്ടുന്ന തിന്ന. അതെ ചിലപ്പോ അതിന് കൂട്ടത്തിൽ കൂടെ ചിലപ്പോ ഇറച്ചി മീനുണ്ടാവും. വേറെ കഥ. അതുകൊണ്ടാണ് ചാലക്കുടിയിൽ ഇത്ര അധികം വരുമാനം വരുന്ന മദ്യത്തിന്. എങ്ങനെ? അല്ല ചാലക്കുടിയാണോ റെക്കോർഡ് എപ്പോഴും ഓണത്തിന് വിഷുവിനും ഒക്കെ? അല്ല അങ്ങനെയല്ല, അതെനിക്കറിയാലോ. അതിപ്പോ ഓണല്ലെങ്കിലും ഇപ്പൊ കൊറോണ ദവാൻ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടില്ലേ? ആ പടത്തിൽ പറയണില്ലേ അതായത് മറ്റേ ഇവിടെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു പരിധി വരെ സത്യമായിരുന്നു ഒരു സമയത്ത്. പിന്നെ മലപ്പുറക്കാരെ അടിച്ചുകൊണ്ട് പോരായി. ശരിക്കും കപ്പുണ്ടായി. അതവര് കപ്പ അവരും കൊണ്ടുപോയി. അല്ല നിങ്ങളെന്താ ഈ സമയത്തായിട്ടും എന്താ ഇപ്പൊ ഉണർന്നിരിക്കണ? ഉച്ച അല്ല ഭക്ഷണം കഴിഞ്ഞിട്ടൊക്കെ ഉറങ്ങണ സമയല്ലേ? എന്താ ഉറങ്ങിയില്ലേ? ഓണത്തിന് സമയം ആയിട്ടില്ലല്ലേ? ഞാൻ ഇന്ന് മറ്റേ കൊറോണ ദാവല്ലേ അതിന്റെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നല്ലേ? ഓ പ്രസ് മീറ്റ് പോയിരുന്നോ? മീറ്റ് ഉണ്ടായി. പിന്നെ ചാനൽ പരിപാടി അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. എന്താ ചോദിച്ചു നിങ്ങളോട് പ്രധാനപ്പെട്ടിട്ട്? പിന്നെ രണ്ടും ഉണ്ടാ എനിക്ക് വലിയ കഥയൊന്നും ഉണ്ടായില്ല. ചോദിച്ചാൽ അതൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. വേറെ കൂടുതൽ കഥ ഞാൻ പറയാനൊന്നുമില്ല. അല്ല ഇതൊരു പൊതു പരിപാടിയാണ്, ഇതൊരു ചാനലില് കാണിക്കുന്ന പരിപാടിയാണ്. കുറച്ചും കൂടിയും മാന്യായിട്ട് സംസാരിക്കും. അല്ല ഇതിപ്പോ പണി വെച്ചോണ്ടിരിക്കണോ? സത്യമായിട്ട് ഒരു ഓണപരിപാടിയാണെന്ന് പറഞ്ഞില്ലേ? പക്ഷെ നിങ്ങളുടെ സ്ഥിരം ഒരു മാസ്റ്റർ പീസ് ഡയലോഗ് ഇതുവരെ വന്നില്ല. അത് വരുന്നു പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അത് എനിക്ക് തോന്നി അതിനിടയിലെ പെണ്ണിന്റെ സൗണ്ട് കേട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടല്ലേ. അപ്പൊ ഓക്കെ ഹാപ്പി ഓണം. അപ്പൊ ഹാപ്പി ഓണല്ലേ? ഹാപ്പി ഓണം. പോയാ ഓക്കെ.
അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു മാസ്റ്റർ പീസ് ഡയലോഗ് ഉണ്ടായിരുന്നു. അതെന്താ? അത് ഒരിക്കൽ പറഞ്ഞ് പുള്ളിയുടെ അടുത്ത് ഞാൻ തിരിച്ചു പറഞ്ഞ് പുള്ളി നിർത്തിയത്. മലയാള സിനിമയിൽ നിന്ന് മാറ്റേണ്ട ഒരു കാര്യം എന്ന് തോന്നിയിട്ടുള്ളത് എന്താ? മലയാള സിനിമയിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള ഒരു കാര്യം, പെട്ടെന്ന് നമ്മുടെ അതർ പ്ലാറ്റ്ഫോമുകൾ, അതായത് തിയേറ്ററുകളിലല്ലാത്ത സ്ഥലങ്ങളിൽ പടം പെട്ടെന്ന് എത്തിക്കുന്നതും റിലീസ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യം മനസ്സിലായ. പിന്നെ നമ്മുടെ ഭാഷാ ചിത്രങ്ങളെക്കാൾ പ്രാധാന്യം മറ്റു ഭാഷാ ചിത്രങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ടും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അവരിൽ നിന്നും നമ്മുടെ അടുത്ത് നിന്ന് നമ്മുടെ മലയാള ചിത്രം വേറെ സംസ്ഥാനത്ത് റിലീസ് ചെയ്യുമ്പോൾ കൂടുതൽ നികുതി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അതേപോലെ നമ്മുടെ സംസ്ഥാനത്ത് വേറെ അന്യഭാഷ ചിത്രങ്ങൾ വരുമ്പോഴും ഈടാക്കണം. കാരണം ലോകത്തെ ഏറ്റവും നല്ല സിനിമകൾ വളരെ ചുരുങ്ങിയ ചെലവിൽ എന്ന് പറഞ്ഞാൽ മറ്റു ഭാഷകളെ സംബന്ധിച്ച് ലോകത്ത് എവിടെ നോക്കിയാലും ഏറ്റവും കൂടുതൽ ചിത്രങ്ങളും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ചിത്രങ്ങളും തുടർച്ചയായി നിർമ്മിച്ച് വിടുന്ന ഒരു ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നമ്മൾ അത് തിയേറ്ററിലൂടെയാണ് ആ ബിസിനസ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ നാടിന് ഗുണമുള്ള ബിസിനസ് അല്ലെങ്കിൽ ഗുണമുള്ള രീതി തിയേറ്ററിലൂടെ കിട്ടുന്ന ആ വരുമാനത്തിനാണ്. അത് നമ്മൾ കളഞ്ഞു കുളിക്കരുത്. ഇനി ഉടനെ ഒരു കല്യാണം കഴിക്കാൻ തയ്യാറാണോ? നെവർ ഇല്ലേ? ഇപ്പൊ ഇനി നിങ്ങളുടെ കല്യാണം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ കല്യാണത്തിന് വരുമോ? വരും, എന്തായാലും വരും. എവിടെ വെച്ചിട്ടാ? പെരുമ്പാവൂര് വെച്ചിട്ടല്ലേ? അല്ല, കൊല്ലത്ത് വെച്ചിട്ടാ. പത്തനാപുരം. അത് പത്തനാപുരം എന്റെ വീട്. അപ്പൊ അവന്റെ വീട്ടില് റിസപ്ഷനാ? ഓ, കിട്ട അവിടെയാണോ? അതെ. വരൂലേ? അപ്പൊ ഞാൻ വരും. ഫസ്റ്റ് ചേട്ടനാണ് കല്യാണം വിളിച്ചേക്കണേ. അതിന്റെ ഐശ്വര്യം രണ്ടുപേരും കൂടി പെടണ കാണാൻ എനിക്ക് ഭയങ്കര. ഷൈൻ ചേട്ടന് പെൺകുട്ടികളിൽ ഇഷ്ടമില്ലാത്ത 3 കാര്യങ്ങൾ. കല്യാണം കഴിക്കാൻ പറയണത്. കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ പറയാൻ പാടില്ല. എന്റെ അടുത്ത് പറയാൻ പാടില്ല. പറഞ്ഞാ റിജക്ട് ചെയ്യും. അപ്പൊ തന്നെ റിജക്ട് ഒന്നും ചെയ്യില്ല. നമ്മൾ ഭയങ്കര ഫ്രണ്ട്സായി തുടരും. ഓക്കെ. പിന്നെ നമ്മളിപ്പോ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ അവര് പറയും തിരുവനന്തപുരത്താണെന്ന്. നമ്മൾ തിരുവനന്തപുരത്ത് എത്തി അവര് പറയും കൊച്ചിയിലാണെന്ന്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. മൂന്നാമത്തെ കാര്യം വേണ്ട. മൂന്നാമത്തെ അങ്ങനെ ഒരു കാര്യം ഇല്ല. ആലോചിച്ചിട്ട് എന്താ പറയാ ഇല്ല. ഈ 2 കാര്യം മാത്രമേ ഉള്ളൂ പെൺകുട്ടികളിൽ ഇഷ്ടമില്ലാത്തതെന്നല്ല, അത് അവരുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളല്ലേ. പക്ഷെ എപ്പോഴെങ്കിലും നമ്മളെയും പരിഗണിക്കണം. ചേട്ടന് കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ, പിന്നെ കല്യാണം കഴിക്കാൻ പറയരുത്. ഫ്രണ്ട്ഷിപ്പ് ഓൺലി. ബെസ്റ്റ്. വേണമെങ്കിൽ നമുക്ക് ഡേറ്റിംഗിലേക്കൊക്കെ തുടരാം. അത്രേ. ഓക്കെ. ഡേറ്റ് നോക്കാൻ ഒരാളെ വെച്ചിട്ടുണ്ട്. മൂവി ഫീൽഡിൽ ഇപ്പൊ പുതിയ ജനറേഷൻ ആളുകളൊക്കെ ഇപ്പൊ ഡ്രഗ്സ് ഒക്കെ പുതിയ ജനറേഷൻ ആളുകളാ? അല്ല, ഫിലിം ഫീൽഡിൽ പുതുതായിട്ട് ഇപ്പൊ ഡ്രഗ്സിന്റെ ഒക്കെ യൂസ് കൂടിയെന്ന് പറഞ്ഞാ മുന്നെന്തായിരുന്നു ആ കണക്ക് പറഞ്ഞ? മുന്നത്തെ കണക്ക് പറഞ്ഞാ ഞാൻ ഇപ്പൊ കൂടിയോ കുറഞ്ഞോന്ന് പറയാം. പണ്ട് ഇത്രയും പോപ്പുലറായിട്ട് യൂസ് ചെയ്യൂലായിരുന്നു. പോപ്പുലറായിട്ട് യൂസ് ചെയ്യില്ലായിരുന്നു. യൂസ് ചെയ്താലും അത്രയും പോപ്പുലറായിട്ട് ആളുകൾ അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സോഷ്യൽ മീഡിയ. അപ്പൊ അതിന്റെ കുറ്റക്കാരാരാണ്? എന്തൊക്കെ തരം ഡ്രഗ്സ് ഉണ്ട്, അതെങ്ങനെയൊക്കെയാണ് അടിക്കുക, അടിച്ചാൽ എന്തൊക്കെയാണ് അതിന്റെ വ്യത്യാസം, ഇതെല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഓണത്തിന് പോലും പറയും ഇല്ലേ? എന്നിട്ട് ഈ പിള്ളേർ ഇതൊക്കെ അറിയും ഇല്ലേ? അതെ, പിള്ളേര് ഇത് അന്വേഷിച്ചിറങ്ങും ഇല്ലേ? ഇറങ്ങും. അപ്പോ ഓരോന്നിനും അതിൻ്റെതായ രഹസ്യ സ്വഭാവങ്ങളില്ലേ? ഇതൊന്നും ആദ്യം മുതലേ ഇല്ലാത്ത സാധനങ്ങളല്ലല്ലോ.
ഈ ആക്ടേഴ്സ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് നിർമ്മാതാക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. പ്രശ്നം ഉണ്ടാവും, കാരണം അവർക്ക് കിട്ടുണ്ടാവില്ലേ. ഓ, അതൊരു എല്ലാം പ്രശ്നമായിട്ട് മാറും. തീരുമാനമല്ലേ ഈ നിർമ്മാതാക്കൾ എന്ന് പറയണത് അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടാക്കണം? ചിലപ്പം ടൈമിങ്ങിൽ എത്തൂലായിരിക്കും. അപ്പൊ എന്നെ കുറിച്ച് എന്താ നേരത്തെ പറഞ്ഞു, ഭയങ്കര പഞ്ചുവലാണോ? ചേട്ടനെ പറ്റിട്ടല്ലല്ലോ, അങ്ങനെ യൂസ് ചെയ്യുന്നവർ ഞാൻ യൂസ് ചെയ്യാത്തതാണോ? ഹിയർ ലീഗൽ ഡ്രഗ്സ് ആർ ഹിയർ അവൈലബിൾ ഇൻ അവർ സൊസൈറ്റി അല്ലേ. ഇപ്പൊ നേരത്തെ ഞാൻ കാണിച്ച സിഗരറ്റ്, ഇറ്റ്സ് എ ഡ്രഗ് അല്ലേ. അതെ, നേരത്തെ നമ്മുടെ ബിറ്റോ ചേട്ടൻ പറഞ്ഞ പോലെ നാളെ അടിക്കും എന്ന് പറഞ്ഞതും ലീഗൽ ഡ്രഗ്സ് അല്ലേ. അത് ഡ്രഗ്സ് അല്ലേ. അതെ, അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളല്ലേ നമ്മള്. പിന്നെന്താ എല്ലാം പറയണം? അല്ല, ചിലരൊക്കെ ഉപയോഗിച്ചാലും ഓവറായിട്ട് യൂസ് ചെയ്യല്ലോ. ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോഴല്ലേ ഓവറായിട്ട് സംസ്ഥാനത്തിന് നികുതി കിട്ടുന്നത് അതെ അല്ലേ. അതെ, ആ നികുതി വെച്ചിട്ടല്ലേ ഇവിടെയുള്ള ബാക്കി ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത് അതെ അല്ലേ. അതെ, നമ്മുടെ സംസ്ഥാനം മുന്നേറുന്നത് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് എവിടെന്നാ? ഡ്രഗ്സ്. അപ്പൊ ഈ ഡ്രഗ്സ് കച്ചവടക്കാര് ആരാന്ന് പറഞ്ഞു വരും. ഈ ഡ്രഗ്സ് അല്ല, മദ്യം. അപ്പൊ ഇതിപ്പോ വിൽക്കുന്നതാണോ കുറ്റം, വാങ്ങി ഉപയോഗിക്കുന്നതാണോ കുറ്റം? ആണോ? രണ്ടും കുറ്റം. രണ്ടും കുറ്റം. രണ്ടും കുറ്റാണോ? അല്ല, കുറ്റമല്ല. കുറ്റല്ലേ? ആണ്. ഡ്രഗ്സ് വാങ്ങുന്നത് കുറ്റാണോ? ആണാ? ഒരു മുറുക്കാൻ കട, പാവം ഒരു അമ്മച്ചി അവിടെ മുറുക്കാൻ വിൽക്കും, സിഗരറ്റ് വിൽക്കും ഇല്ലേ. അത് വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് വേണം ആ അമ്മച്ചിക്ക് കുടുംബം പോറ്റാൻ. അത് നല്ലതാണോ? കുടുംബം പോറ്റണ്ടേ? വേറെ രീതിയിലും വിറ്റ് കുടുംബം പോറ്റാലോ. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു കട നടത്താൻ പറ്റുന്നുള്ളവർക്ക് എല്ലാവർക്കും മറ്റു ജ്വല്ലറിയും അല്ലെങ്കിൽ തുണിക്കടയും തുടങ്ങാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. പറ്റാവുന്ന ആളുകൾ പറ്റാവുന്ന കാശ് വെച്ചിട്ടൊരു കട തുടങ്ങും. അവിടെ സിഗരറ്റ് വിൽക്കില്ലേ? അത് വിറ്റിട്ടുള്ള കാശ്, അല്ലെങ്കിൽ മുറുക്കാൻ വിറ്റിട്ടുള്ള കാശ്, അല്ലെങ്കിൽ ഇത് വിറ്റിട്ടുള്ള കാശ് കൊണ്ടാണല്ലോ അവര് കുടുംബം പുലർത്തുന്നത് അല്ലേ. അത് വിചാരിച്ചിട്ട് അവരുടെ കുട്ടികൾക്ക് ഇത് എടുത്തു കൊടുക്കുവോ? അവരുടെ കുട്ടികളോട് അത് കഴിക്കരുന്നല്ലേ പറയാ അല്ലേ. അപ്പൊ അവരെങ്ങനെ അത് വിൽക്കും? അപ്പൊ ഇതിലേതാ ശരി, ഏതാ തെറ്റ്? അവര് വിറ്റ് കുടുംബം പുലർത്തുന്നത് തെറ്റാണോ? അല്ല. അവരുടെ കുട്ടികളോട് ഇത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് തെറ്റാണോ? അല്ല. അപ്പൊ പിന്നെ എന്താ പരിപാടി? വല്ല പിടുത്തവും കിട്ടിയ? അത്രയൊക്കെ തന്നെയുള്ളൂ, മനസ്സിലായ? അപ്പൊ വലിയ വാച്ചൊക്കെ അടിച്ചിട്ട് കാര്യമില്ല. ഈ വാച്ചൊക്കെ അടിക്കാനുള്ള വായ്ക്കുള്ള ബലം, വായ തുറക്കാനുള്ള ശക്തി, ഇതൊക്കെ എങ്ങനെയാ കിട്ടണേന്ന് നോക്കുക, മനസ്സിലായ? എന്തുകൊണ്ടാണ് ആളുകൾ മരണപ്പെടുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണോ? ഭക്ഷണം കഴിച്ചിട്ടാണോ? എന്തുകൊണ്ടാ? ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണോ? എന്ത്? പിന്നെ എങ്ങനെയാ ആളുകൾ മരണപ്പെടുന്നത്? പല പല രീതിയിൽ. എന്തുകൊണ്ടാണ് കാരണം? അതിന്റെ മെയിൻ കാരണം ഇപ്പോഴത്തെ ഫുഡ് ഒരു പ്രശ്നം അല്ല, ജനിച്ചത് കൊണ്ട് മാത്രമാണ് മനുഷ്യൻ മരിക്കുന്നത് അല്ലേ? അല്ലാതെ നാട്ടിൽ വണ്ടി ഇറങ്ങിയത് കൊണ്ടാണ് വണ്ടി ഇടിച്ച് മരിക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണത്തിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണോ മരിക്കുന്നത്? അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണോ മരിക്കുന്നത്? ഇതൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാർ മരിക്കുന്നില്ലേ? ഇത് ഉപയോഗിച്ചാലും മരിക്കുന്നില്ലേ? അപ്പൊ ജനിച്ചാൽ നമ്മൾ മരിക്കും. അപ്പൊ പിന്നെ അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മളൊക്കെ ഈശ്വര വിശ്വാസികളല്ലേ അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ എങ്ങോട്ടാ പോവുക? നമ്മൾ എങ്ങോട്ടാ പോവുക മരിച്ചു കഴിഞ്ഞാൽ? ദൈവത്തിന്റെ അടുത്തോട്ട്. അപ്പൊ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ എന്തിനത്ര മടി? ഈശ്വരന് കൂടുതൽ ഇഷ്ടമുള്ളവർ പെട്ടെന്ന് അങ്ങോട്ട് എത്താന്നല്ലേ? ഇവിടെ നമുക്ക് ജീവിക്കാലോ, നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടം മതിയില്ലേ? ദൈവമേ അവിടെ ഇരുന്നു, ഞാൻ ഇവിടെ ഇരിക്കാം
അല്ല. നമ്മൾ ഇഷ്ടമുള്ള ഒരാളുടെ അടുത്തേക്ക് പെട്ടെന്ന് പോവാനല്ലേ ആഗ്രഹിക്കുക, അതെ. അതിനല്ലേ ഇഷ്ടം എന്ന് പറയണത്. അപ്പം നമ്മുടെ വിശ്വാസവും ഇഷ്ടമൊക്കെ എന്താ, കപട്യമാണോ? ആണോ? അതെ. അപ്പൊ ഇതെന്താ കഥ? ചേട്ടന്റെ അത്രയും ബുദ്ധിയില്ല എനിക്ക്. പിന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവണേ? ഞാൻ ഇത്രയും ചിന്തിക്കണില്ല. ചിന്തിക്കാതെ ഇങ്ങനെ ചിന്തിച്ച എനിക്ക് എന്തെങ്കിലും വരും. ദൈവം എല്ലാവർക്കും ചിന്തിക്കാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും കഴിക്കാനുള്ളതും ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് വിടണത് അല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് പ്രവർത്തിപ്പിച്ചുകൂടെ? തിരിച്ച് ചോദിക്കേ എൻ്റെ അടുത്ത്. അല്ലെങ്കിൽ ഇത് വേല ഉപ്പേരിയും വെച്ച് കഴിച്ചാൽ മതിയില്ലേ? എന്ത് ബ്രെയിൻ? ആ, അങ്ങനത്തെ ഉപ്പേരി വെക്കാറുണ്ട് സാധാരണ. ബ്രെയിൻ ഉപ്പേരി അല്ല, ഒരു ഉപയോഗം ഇല്ലെങ്കിൽ പിന്നെ ഉപ്പേരി വെച്ച് കഴിച്ചൂടെ? വെൽക്കം ബാക്ക് ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഓണമേളം 2023 സപ്പോർട്ട് ബൈ രാഗ ഇവന്റ്സ്. സാബി ക്രിസ്റ്റി, ജോജോൻ ചാക്കോ, വെൽക്കം ടു ദി ഷോ. സ്വന്തം അനിയനാന്ന് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ, സോറി. ഒരു കോസ്റ്റ്യൂം ഡിസൈനർ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സാബി ചേട്ടനെ. നിങ്ങൾ ശരിക്കും നല്ല തിക് ഫ്രണ്ട്സ് അല്ലേ? ഷൈൻ ചേട്ടനും സാബി ചേട്ടനും അല്ലേ? സ്വന്തം ബ്രദറിനെ പോലെ ആണ്. നല്ല തിക് ഫ്രണ്ട്സ് ആണോ നിങ്ങൾ റിയൽ ലൈഫില്? ഷൈൻ ചേട്ടൻ വീട്ടിൽ എങ്ങനെ ഇതേപോലെ തന്നെയാണോ? അല്ല, ഭയങ്കര സൈലന്റ് ആണോ? അഴക്കാളിയല്ല, കുറുമ്പൊന്നും ഇല്ല? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് എങ്ങനെയാ? നിങ്ങള് ഫ്രണ്ട്സ് ആണല്ലേ? അല്ല, അല്ല, സ്വന്തം അനിയനെ ഫ്രണ്ട് ആക്കാൻ പാടില്ല എന്നില്ലല്ലോ. അപ്പൊ ഈ ബ്രദേഴ്സും ഫ്രണ്ട്സും നമ്മൾ എന്താ? അതുകൊണ്ടല്ല ഇവരിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ളത് കൊണ്ടല്ല അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ കൊറേ നാളായിട്ട് ചേട്ടൻ കൂടെ തന്നെ ഉണ്ടല്ലോ, ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഒക്കെ ആയിട്ട്. ഷൈൻ ചേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ക്വാളിറ്റീസ് ഏതൊക്കെയാ? തന്ന ഡ്രസ് നല്ല രീതിയിൽ ഇടും. ഇഷ്ടപ്പെട്ട ക്വാളിറ്റീസ് തന്നെ പുള്ളി ഇപ്പൊ ഈ ഇരിക്കുന്നത് തന്നെയാണ് ക്വാളിറ്റി, പുള്ളിയുടെ ക്വാളിറ്റി ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇന്റർവ്യൂസിലൊക്കെ കാണുമ്പോഴത്തേന് എല്ലാവരും വിചാരം ഒരു ഇതുണ്ട്, പുള്ളി ഇങ്ങനെയാണ്. അങ്ങനെ തന്നെയാണോ റിയൽ ലൈഫിലും? ഇന്റർവ്യൂല് ഭയങ്കര ഓണല്ലേ? ഓണത്തിന്റെ പരിപാടി ഭയങ്കര ആക്റ്റീവ് അല്ലേ? കോമഡി ഫണ്ണി അല്ലേ? ഉറങ്ങി തൂങ്ങി പിടിച്ച് ഇങ്ങനെ ഇരിക്കണം ഇന്റർവ്യൂല്. ഫണ്ണി അല്ലേ? ഇന്റർവ്യൂല് എങ്ങനെ ഇരിക്കേണ്ട ആൾക്കാർ ആക്റ്റീവ് ആയിട്ടിരിക്കണം. ആൾക്കാർ കാണൂലല്ലോ. ഇല്ല, അത് ചോദിച്ചിട്ട് ഇങ്ങനെയാണോ നമ്മളിപ്പോഴും വീട്ടിലിരിക്കുന്നത്? വീട്ടിലിരിക്കുന്നത് ഇങ്ങനെയാണോ എപ്പോഴും? ഓഡിയൻസിന്റെ ഒരു ഡൗട്ടാണ് ഞാൻ ചോദിച്ചത്. ഡൗട്ടോ? അവർക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ആലോചിക്കാവുന്ന കാര്യങ്ങളല്ലേ. നമ്മളൊരു ക്യാമറയുടെ മുന്നിലിരുന്ന് ഒരു പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് നോർമലായിട്ട് അയാൾ എങ്ങനെയാണോ പെരുമാറുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നത് അതിനൊന്നും കുറച്ച് വ്യത്യസ്തമായി, കുറച്ച് എന്റർടൈനിങ് ആയിട്ട് ആവാൻ ശ്രമിക്കും അല്ലേ? ചില സമയത്ത് ചീറ്റി പോകാറും, അധികം നമ്മൾ ചീറ്റി പോകാറുണ്ട്. ചില സമയത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അല്ലേ? അല്ലാതെ ഉറക്കം തൂങ്ങി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ആർക്ക് കാണാറുണ്ടാവും? ആരും കാണൂല. അത് ചെയ്തിട്ട് ഇങ്ങനെയാണോ ഞാൻ വീട്ടില് ഫുൾ ടൈം? അല്ല, ചൂലും കിട്ടും അടി കിട്ടും. ഓണായിട്ട് ഷൈൻ ചേട്ടൻ എന്ത് ഗിഫ്റ്റാ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തത്? ഓണായിട്ട് എന്ത് ഗിഫ്റ്റ്? ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാറില്ല. ഇല്ല, അല്ലാതെ എന്ത് ഗിഫ്റ്റാ? എപ്പോഴും ഗിഫ്റ്റ് തരുന്ന ഒരാളാണോ? എപ്പോഴും ഗിഫ്റ്റ് എനിക്കാ തരിക. നേരത്തെ പറഞ്ഞില്ല മാല, വാച്ച്. ആ മാല ഞാൻ ചോദിച്ചിട്ട് തന്നില്ല ചേട്ടാ. അതെ, പറഞ്ഞോ? എന്താ പുള്ളിക്ക് സ്വർണത്തിന്റെ ചെയ്യാൻ നല്ല കാട്ടിക്ക് എനിക്ക് സിൽവർ.
സാബിക്ക അടുത്ത ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് പറയുന്നൊക്കെ കേട്ടു. ബിഗ് ബോസിൽ പോകണ്ടോ? ഷൈൻ ചേട്ടൻ അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞത് ഇപ്പൊ ആണാ ആ അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ബിഗ് ബോസിൽ ഒന്നും ഷൈൻ ചേട്ടൻ സമ്മതിക്കുക അങ്ങനെ ഒരു കാര്യമെന്ന് പറഞ്ഞാല്? എത്ര മാസം പറയോ? അത്രയും മാസത്തേക്കുള്ള ഡ്രസ് ഇവിടെ എടുത്തു വെച്ചിട്ട് പോയിക്കോ. പുഴയില് പെട്ടെന്ന് തിരിച്ചു വരും ബിഗ് ബോസിലോ? പിന്നെ ചുമ്മാ പറയാം. ഷൈൻ ചേട്ടൻ എപ്പോഴും വഴക്ക് പറയുന്ന കാര്യം എന്താ നിങ്ങളെ രണ്ടുപേരെയും? എന്ത് കാര്യത്തിന് വഴക്ക് പറയുന്നേ? ഷാബി ചേട്ടനെയും ബ്രദറിനെയും? പറഞ്ഞിട്ടില്ല. ഇല്ല. വഴക്ക് പറഞ്ഞിട്ടില്ലേ? എന്തിനാണ് പിന്നാലെ നടന്നു? കട്ട സപ്പോർട്ടാണ് നടക്കുന്നതിന് വഴക്ക് പറയും. ആര് കൂടെ എല്ലാ നമ്മൾ കാര്യത്തിലും? മാത്രമായിട്ട് ഓടിയെത്തേണ്ട കുറെ സ്ഥലങ്ങളുണ്ടല്ലോ. അവിടത്തേക്ക് പിന്നാലെ പോകുമ്പോ വഴക്ക് പറയും. പിന്നെ പെട്ടെന്ന് ആളെ കാണൂല. പെട്ടെന്ന് ഇവിടെ ഉണ്ടാവും. പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോ ആളുണ്ടാവും. കാണൂല. ഇപ്പൊ അടുത്ത് ദുബായില് 1 മണിക്കൂർ വണ്ടി ഇട്ട് അങ്ങോട്ട് കൊണ്ടു. അവർക്കൊക്കെ അത് ആദ്യത്തെ അനുഭവമായിരുന്നു. ചോദിച്ചു ഞാൻ അതിന്റെ അവിടെ ഇങ്ങനെ കാതെ നിൽക്കുക. 10-15 ആൾക്കാർ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചേഞ്ചറിനെ കാണുന്നില്ല. അവരൊക്കെ ഫുള്ള് നോക്കി. ഞാൻ പറഞ്ഞു വന്നോളും നമ്മള് പൊക്കോളും. ബ്രദറിനെ എന്തിനാ വഴക്ക് പറയുന്നേ? തിരിച്ചു വഴക്ക് പറയാറുണ്ടോ? ഞാൻ അങ്ങനെ വഴക്ക് പറയാറില്ല. ഇല്ല. അപൂർവമായിട്ട് വഴക്ക് പറയുള്ളൂ. ഒരു കാര്യം പറയോ? എന്തിനാ മെയിൻ ആയിട്ട് വഴക്ക് പറയുന്നേ? നല്ല രീതിക്ക് നടക്കാത്തതിന്. നിങ്ങളുടെ ഓണ വിശേഷങ്ങളൊക്കെ പറ കേക്കട്ടെ. ഓണമായിട്ടുള്ള വിശേഷമാണോ? അതെ. ഓണമായിട്ട് എന്താണ് ഇപ്പൊ വിശേഷം? ഓണമായ എല്ലാ വിശേഷങ്ങളല്ലേ? വേറെ രണ്ടുപേരുടെ ഓണായിട്ട് എന്ത് വിശേഷം? ഓണക്കോടിയൊക്കെ എടുത്തോ? കണ്ടില്ലേ ഇവർക്ക് രണ്ടുപേർക്കും നല്ല ഡ്രസ്സ്, കളർഫുൾ ആയിട്ട്. ചെക്ക്. ഇത് പുതിയ ടൈപ്പ് ഷർട്ടാ, പക്ഷെ എന്തായിരുന്നു അതിൽ കൂടെ നോക്കാം. പിന്നെ വീട്ടിലാണോ ഈ വട്ടം ഓണം? ഒരു ഐഡിയ. കാട്ടില് ഇവൻ രാമൻ, ഇവൻ ലക്ഷ്മണൻ. ഇവർക്ക് ഇപ്രാവശ്യം കാട്ടിലാവണം. ഞാനാരാണോ ചെയ്യും? ആരാ അതില് ബാക്കിയുള്ളത്? സീതയും കാട്ടിലാണല്ലോ. ഓക്കെ. ഞാൻ രാവണൻ കാട്ടിലല്ല, ഞാൻ രാവണനാണ്. ഒരു സെഗ്മെന്റിലോട്ട് പോകാം. ഇവര് വന്നിട്ട് ഇവരൊന്നും ഇരുന്നോട്ടെ, ഞാൻ പോട്ടെ. കുറച്ച് വേണ്ട, ഒന്നിനെങ്കിലും. എന്നാ പോയിട്ട് വാ, വേഗം വരണം. മുങ്ങാനല്ലേ ആ പേരും പറഞ്ഞ്? ദുബൈയിലോട്ടാ മുങ്ങണതാ. പോകാലോ, സെഗ്മെന്റിലോട്ട് പോകാം. ഞാൻ കുറച്ച് വേർഡ്സ് പറയും. അപ്പൊ ആരാണോ ആ പേരിന് യോജിച്ച ആള് അവരുടെ കൈ പൊക്കണം. രണ്ട് കൈയും പിടിച്ചോ. രണ്ട് കൈ നമ്മൾ പിടിക്കണം. ഷൈൻ ചേട്ടൻ പിടിച്ചോ അവരുടെ. ഞാൻ ആരുടെ പറയുന്ന മടിയൻ. കോഴി. തല്ലുകൊള്ളി. ഇതിന് ഇടയ്ക്ക് എല്ലാത്തിനും തല്ല് കൊള്ളാറ്. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല. സ്വന്തമായിട്ട് പേരല്ല. കൊതിയൻ. ഫുഡ് മാത്രം കഴിക്കുന്ന ഒരാളാണ്. പിള്ളേര് കളി. പിള്ളേരായിട്ട് കളിക്കുന്ന ഞാൻ കൂടുതൽ. ബ്രില്യന്റ്. ട്യൂഷന് പോയിട്ട് ഇതിനിപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അതെന്തായാലും ഒരു യോഗ്യത. പൊസസീവ്. പൊസസീവ്നെസ് കാണിക്കാറുണ്ടോ? ഇല്ലാത്ത ഒരാളാണ്. കഴിഞ്ഞു എന്ത് സെഗ്മെന്റ്. പുതിയതായിട്ടൊന്നും അയച്ചു തന്നില്ല വാട്സാപ്പിലോട്ട്. ഷാജിപ്പാപ്പാന്റെ ഒരു കാര്യം. അപ്പൊ സുലുവിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇടയിൽ കുറച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ല. മനസ്സിലായി.
അത് ഒന്നും കൂടി കേട്ട് അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. അതിലും കട്ടുകെട്ടിയായിട്ടുള്ള കുറെ കാര്യങ്ങൾ അതാരാ എന്തോ പറയാൻ വേണ്ടി മാറിപ്പോയി. ആ പറഞ്ഞോ. അല്ല ഷൈൻ ചേട്ടൻ പറ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ, എന്റെ കൂടെ ഉള്ള ഇന്റർവ്യൂ? ആ നമ്മള് അങ്ങനെ ഇൻഹിബിഷൻസ് ഒന്നും ഇല്ലാതെ സ്വന്തമായ ശൈലിയിലും ബിഹേവിയർ രീതികളിലും റിയാക്ഷൻസിലൊക്കെ പറയുക എന്നുള്ളതാണ് ഒരു ഇന്റർവ്യൂ. പുതിയ ഒരാൾ ഇത് ഇന്റർവ്യൂ അല്ലല്ലോ, നമ്മൾ ഒരു ചാറ്റ് അല്ലേ, സംസാരമല്ലേ, കോൺവെർസേഷൻ അല്ലേ. അല്ലാതെ അങ്ങനെ ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്നത് പഴയ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു, വളരെ കറക്റ്റായി നിന്ന് ഉത്തരം പറയുന്നു. അതങ്ങനത്തെ ഒരു ഇന്റർവ്യൂ അല്ലല്ലോ ഇപ്പോൾ. ഇപ്പോൾ ആളുകൾക്കും കൂടി രസിക്കാവുന്ന രീതിയിൽ നമ്മൾക്ക് രസിക്കണം. അതിനു മുന്നേ ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കേട്ടിട്ട് അതിൽ നിന്ന് അത് കാണുന്നവർക്കും കുറച്ച് രസം ഉണ്ടാവണ്ടേ. ഒരു ടെൻഷൻസിന്റെ ഇടയിൽ ഇത് കാണാതിരിക്കുമ്പോൾ ഭയങ്കര എയർ പിടിച്ച് ഇങ്ങനെ ഇരുന്നിട്ടാണ് കാര്യമില്ല. ജോൺ ചാക്കോ ചേട്ടൻ എന്താ ചെയ്യുന്നത് ഇപ്പൊ? കറന്റ്ലി വർക്ക് ചെയ്യാണോ? ബസൂക്കയുടെ ബസൂക്ക എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു ചെറിയ ക്യാരക്ടർ ആണോ? ഡീനോ ഡെന്നിസ് എന്ന് പറഞ്ഞിട്ടുള്ള കല്ലു ഡെന്നിസിന്റെ മോനാണ്. ആക്ടിങ് തന്നെയാണോ അപ്പൊ പാഷൻ? ആക്ടിങ് എല്ലാവർക്കും പാഷനാണ്. അതെ, അവൻ നന്നായിട്ട് എഴുതും കഥകൾ, അവൻ ഒരുപാട് വായിക്കും. പിന്നെ 2 സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടോ. അവന് വായിക്കാനും എഴുതാനൊക്കെ താല്പര്യം, അതും കൂടിയുണ്ട് താല്പര്യം. അഭിനയിക്കാനുള്ള താല്പര്യം ഇപ്പൊ സിനിമ കണ്ടു തുടങ്ങുന്ന എല്ലാവർക്കും അഭിനയിക്കാനുള്ള താല്പര്യമുണ്ട്. അനിയനെ പറ്റി ഇപ്പൊ ചേട്ടന് ഭയങ്കര പ്രൗഡായിട്ടാണല്ലോ പറയുന്നത്. സന്തോഷമുണ്ടോ കേൾക്കുമ്പോ? കാരണം ഞാൻ ചെറുപ്പത്തിൽ മോണാക്ട് കളിച്ചിരുന്നു സ്കൂളുകളിൽ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ 7 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇവൻ എഴുതിയ മോണാക്ട് ഞാൻ കളിച്ചിട്ടുണ്ട്. ആ സമയത്ത് എഴുതുമായിരുന്നോ? മോണാക്ട് എഴുതും ഞാൻ, സിനിമയെന്നൊക്കെ അടിച്ചു മാറ്റിട്ട് ഇങ്ങനെ. നല്ലതൊരു കഴിവാണല്ലോ അടിച്ചു മാറ്റി എഴുതുന്ന കഴിവാണ്. അപ്പൊ ഒരു സിനിമ ഉടനെ പ്രതീക്ഷിക്കാമോ? കുറെ സിനിമ പ്രതീക്ഷിക്കാം. ഓൾ ദി ബെസ്റ്റ്. എന്റെ സിനിമയാണ് ഉദ്ദേശിച്ചത്. അത് നമ്മുടെ സുഹൃത്ത് സൂര്യേട്ടന്റെ ഒരു പടത്തിന് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു. അത് തുടങ്ങാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഷൈൻ ചേട്ടനെ പോലെ വലിയൊരു നടനാവട്ടെ. സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ആ സിനിമ വിജയിക്കട്ടെ. ഇപ്പൊ അഭിനയിച്ചോണ്ടിരിക്കല്ലേ, രണ്ട് മേഖലകളിലും വലിയൊരാളാവട്ടെ. എല്ലാ മേഖലകളിലും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചേട്ടന് കോസ്റ്റ്യൂം ഡിസൈനിങ് മാത്രമാണോ അതോ ഇനിയിപ്പോ വരാൻ സകലകല സംവിധാനത്തിലേക്കുള്ള ഒരു കാൽ ചുവടുവെപ്പ് കൂടിയുണ്ട് ഈ വർഷം. അതിന്റെ ഇരകൾ ഒരാൾ അവിടെ എഴുതിക്കൊണ്ടിട്ടുണ്ട്. ജാങ്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്ത് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജാങ്കോ വിചിത്രത്തിന്റെ ഒക്കെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ശരിക്കും പേര് നിഖിൽ എന്നാണ്. ആ പേരിൽ പറഞ്ഞ ആരും അറിയില്ല. ജാങ്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് അത്ര ഓണമേളം 2023യുടെ ആദ്യത്തെ അവതാരിക അല്ലേ? ആദ്യമായി ആദ്യത്തെ ഇന്റർവ്യൂ ആദ്യത്തെ ഇന്റർവ്യൂ അതല്ല. വരുമ്പോ എന്നോട് ചോദിച്ചു ഷൈൻ ചേട്ടന് വല്ലതും ചെയ്യോ. അങ്ങനെയാണ് എല്ലാം ചോദിച്ചത്. മാല എന്താ അങ്ങനെ ചോദിക്കാൻ? അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ എന്റെ ഇന്റർവ്യൂ കാണുമ്പോ? ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല എന്നല്ല. പാച്ചുവിനൊക്കെ ഡെയിലി ചീത്ത കേൾക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്ന ആള് പാച്ചു ആയിരിക്കും. ശരിക്കും പാച്ചുവിനെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമായിരുന്നു. പക്ഷെ അവന് അമ്പുകളാണ്, ഒളിപ്പോരാണ് അവന്റെ മെയിൻ കളി. ആരാന്ന് മനസ്സിലായി പാച്ചു? ആരാണ് ഈ പാച്ചുവിന് എത്ര പ്രായം ഉണ്ടാവും പറഞ്ഞേ? 30 അല്ലേ? അവന് അപ്പൂപ്പനെ മോളുടെ കല്യാണം കഴിഞ്ഞ് മോൾക്കൊരു കൊച്ചായി. സോറി, അതൊരു ക്രെഡിറ്റ് ആണ്. ഫുൾ ഡൈ ആണോ? അപ്പൊ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെയും ഷൈൻ ചേട്ടന്റെയും
ഷൈൻ ചേട്ടന്റെ ബ്രദേഴ്സിന്റെ വക ഓണാശംസകൾ. എല്ലാരും അടിച്ചു പൊളിക്കാം. നമസ്കാരം.